بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനിഹി വശുക്റു ലഹു അലാ തൗഫീഖിഹി വംതിനാനി വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തഅദീമൻ ലിശാനി വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ദാഇ ഇലാ റിദ്വാനി. അമാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. أنا സഹോദരന്മാരെ, സദസ്യരെ, ശ്രോതാക്കളെ, സർവശക്തനായ അർശിന്റെ ഉടമയായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിനെ നാം ഓരോരുത്തരും ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ പകർത്തി അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി വർത്തിക്കാൻ ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്ന വിശാലമായ അനുഗ്രഹങ്ങൾക്ക് പ്രവർത്തനത്തിലൂടെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുവാനും ശ്രദ്ധ ചെലുത്തുക. അല്ലാഹു സഹായിക്കട്ടെ. ഇന്ന് നാം ചർച്ച ചെയ്യാൻ തീരുമാനിച്ച വിഷയം സന്താനങ്ങളെ എങ്ങനെയാണ് ഇസ്ലാമിക രൂപത്തിൽ ശിക്ഷണം നടത്തേണ്ടത്, തർബിയത്ത് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സംസാരം നടന്നപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് സൂചനയും നടന്നിട്ടുമുണ്ട് താനും. ഏതായാലും ഫാമിലി ക്ലാസ് എന്ന പേരിലാണ് നാം മസ്ജിദുൻ നബവിയുടെ തൊട്ട് നിൽക്കുന്ന ദാറുൽ ഹദീസ് എന്ന ഈ ദാറിലുള്ള പള്ളിയിൽ നടത്തുന്നത് കൊണ്ട് ഈ സദസ്സിനോട് അനുയോജ്യമായ വിഷയം തന്നെയാണത്. അല്ലാഹു നാം ചെയ്യുന്ന ഈ മുതവാദിഅത്തായ ഖിദ്മത്തിനെ നമ്മിൽ നിന്ന് അതിലുള്ള വീഴ്ചകളെ നികറ്റി സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, വാസ്തവത്തിൽ വിശുദ്ധ ഫുർഖാൻ അദീം പരിശോധിച്ച് നോക്കുമ്പോൾ 100-ൽ പരം പ്രാവശ്യമെന്ന് തന്നെ പറയാം ഔലാദ്, ദുർരിയ്യത്ത്, ബനീൻ എന്നീ പദപ്രയോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ മുസ്തഖാത്തുകൾ ഖുർആനിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അത് അവരിൽ നിന്നിട്ട് ഉണ്ടാവേണ്ടതായ ജീവിത രീതിയെക്കുറിച്ച് പറയുന്ന കാര്യം പറയുമ്പോഴാവട്ടെ, അവർക്ക് അല്ലാഹു നിർണയിച്ചതായ അവകാശങ്ങൾ പറയുന്ന സന്ദർഭങ്ങളിലാവട്ടെ, അവരോട് നാം പെരുമാറേണ്ടതായ രീതിയെക്കുറിച്ച് പഠിക്കുന്ന ഭാഗങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഭാഗമാവട്ടെ, അവരുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററികളും ചരിത്രങ്ങളും പറയുന്ന കാര്യങ്ങളാവട്ടെ, ഏത് രൂപത്തിലാണെങ്കിലും നമുക്ക് 100-ൽ പരം പ്രാവശ്യം ഖുർആൻ ചർച്ച ചെയ്തതായ പദങ്ങളിൽപ്പെട്ടതാണ് ഔലാദ്, ബനീൻ, ദുർരിയ പോലത്തതായ പദങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷീട്ടുകൾക്ക് പണ്ട് തന്നെ അവൻ്റെ തീരുമാനമനുസരിച്ച് നബിമാരെ കുറിച്ച് അല്ലാഹു പറയുമ്പോൾ പറയുന്ന രൂപം കാണാം. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ. നിങ്ങൾക്ക് മുമ്പ് നാം ധാരാളം നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് നാം ഇണകളെയും അപ്രകാരം തന്നെ സന്താനങ്ങളെയും നാം നൽകിയിട്ടുണ്ട്. അപ്പോൾ സന്താനങ്ങൾ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഅദിലൂടെ പഠിപ്പിക്കുന്ന ഈ ശൈലി നബിമാര് തൊട്ട് അവരുമായി ചർച്ച ചെയ്ത് അവരെക്കുറിച്ച് ചർച്ച ചെയ്തതായ ആയത്തുകളിൽ നമുക്ക് കാണാവുന്നതാണ്.
അപ്രകാരം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക എന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളെ നീ മുസ്ലിങ്ങളിൽ പെടുത്തണം റബ്ബേ എന്നും ഞങ്ങളുടെ സന്താനങ്ങളെയും അപ്രകാരം തന്നെ മുസ്ലിങ്ങളിൽ പെടുത്തണം റബ്ബേ എന്നും ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതായി ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കതിൽ പാഠമുണ്ട്. അപ്രകാരം തന്നെ വിശുദ്ധ ഫുർഖാൻ അദീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് മൊത്തത്തിൽ അതിലുള്ള എല്ലാം അത് നിസ്സാര രൂപത്തിലായിരുന്നു അതിനെ അല്ലാഹു ഒരിടത്ത് വീക്ഷിച്ച് അല്ലെങ്കിൽ ഒരിടത്ത് ചർച്ച ചെയ്തത്. വഅലമു, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തു ദുനിയ, ഈ ദുനിയവിയായ ജീവിതം ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാഥുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഇന്നമൽ ഹയാത്തു ദുനിയ, ഈ ദുനിയവിയായ ജീവിതം യഥാർത്ഥത്തിൽ വിനോദമാണ്. ഈ ദുനിയാവിലുള്ളത് അതിൽ നമുക്ക് തുറച്ചു കാണുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് വിനോദങ്ങളും ആഡംബരങ്ങളും അങ്ങുമിങ്ങും സമ്പത്തുകളിലൂടെ സന്താനങ്ങളിലൂടെ എല്ലാം അഭിമാനം പറയലും എനിക്ക് കുറേ കുട്ടികളുണ്ട്, എനിക്ക് കുറേ സമ്പാദ്യങ്ങളുണ്ട് എന്നൊക്കെ കുട്ടികളുടെ പെരുപ്പത്തെക്കുറിച്ചും സന്താനത്തിൻ്റെ പെരുപ്പത്തിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് അഭിമാനിക്കലും, ഇതൊക്കെയാണ് മൊത്തത്തിൽ ദുനിയാവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥം കൊഴുപ്പ് സ്ഥിതി ചെയ്യുന്നത് ആ ദുനിയാവിനെ അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടിയും അള്ളാഹിനെ പഠിക്കാൻ വേണ്ടിയും അള്ളാഹു സുബ്ഹാനഹു വ തആലനെ മനസ്സിലാക്കാൻ വേണ്ടിയും എന്നിട്ട് അള്ളാഹു നമ്മിൽ അർപ്പിച്ചതായ ബാധ്യത നിർവഹിക്കാൻ വേണ്ടിയും ജീവിക്കലും ആ രൂപത്തിൽ നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സന്താനങ്ങളെയും നാം വളർത്തിയെടുക്കലും ഒക്കെയാണ് എന്നാണ് അതിൽ നിന്നിട്ട് നാം മനസ്സിലാക്കേണ്ട ശൈലി. പക്ഷെ ആ രൂപത്തിലല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ ആയത്തിന്റെ അവസാനത്തിൽ വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയവിയായ ജീവിതം വഞ്ചനയുടെ ലോകമാണ്, വഞ്ചനയുടെ ജീവിതമാണ്. ഈ ദുനിയാവിനെ നാം അതിന് നൽകേണ്ടതായ വില നൽകിയിട്ട് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്താൻ വേണ്ടിയാണ് അല്ലാഹു ഉദ്ദേശിച്ചത് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ നാം പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ, അതിനുവേണ്ടി നാം ഒരുങ്ങിയിട്ടില്ലെങ്കിൽ, നാം അതിനെ ഗായത്താക്കി മാറ്റിയാൽ അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന രൂപത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ നാം വഞ്ചിക്കപ്പെട്ടു, നാം ചതിക്കപ്പെട്ടു. അതേസമയത്ത് അതൊരു വഴി മാത്രമാണ്, അത് റൂട്ട് മാത്രമാണ്, അത് വസീല മാത്രമാണ്, അതൊരു സബബ് മാത്രമാണ്. അതിലൂടെ നമുക്ക് പരലോകത്തിലേക്ക് എത്തണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അതിൽ അള്ളാഹു നമുക്ക് നൽകുന്നതായ സമ്പത്തുകളെ ഇസ്ലാമീകരിക്കുവാനും അള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കി മാറ്റുവാനും അതിൽ അള്ളാഹു നമുക്ക് നൽകുന്നതായ സന്താനങ്ങളെ, മക്കളെ ഇസ്ലാമീകരിക്കുവാനും അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച രൂപത്തിൽ ശിക്ഷണം നൽകി അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി ആ കുട്ടികളെ വളർത്തി അള്ളാഹുവിന്റെ പ്രീതി നേടാനും വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ അവർക്ക് അതിലൂടെ സാധിക്കും. ആ രൂപമല്ല യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്നതിലേക്ക്, ബഹുഭൂരിപക്ഷം ചെയ്യുന്നത് എന്നതിലേക്കാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നിസ്സാര രൂപത്തിൽ, അവഗണന രൂപത്തിൽ ദുനിയാവിനെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അക്കൂട്ടത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാവാൻ കാരണം എന്തുകൊണ്ടാണ്? ആ അള്ളാഹു നൽകിയതായ സമ്പത്തുകളെ, ആ അള്ളാഹു നൽകിയതായ സന്താനങ്ങളെ, അഥവാ നമ്മുടെ വിഷയമാകുന്ന ആ മക്കളെ അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ ഇവിടെ അവകൾക്ക് നൽകേണ്ടതായ ശിക്ഷണങ്ങൾ, അവകളെ പരിപാലിക്കേണ്ട രൂപത്തിൽ പരിപാലിക്കാത്ത ജീവിക്കുന്ന വിഭാഗം അനുഭവിക്കേണ്ടി വരുന്നതായ ആ പ്രയാസത്തിലേക്കാണ്, ആ അപകടത്തിലേക്കാണ് സൂചന. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഉദ്ദേശിച്ചത് നമുക്ക് സന്താനങ്ങളെ തരുമ്പോൾ അവരെ പരിപാലിക്കേണ്ടതുപോലെ പരിപാലിക്കാനും അവർക്ക് നൽകേണ്ടതായ അവകാശങ്ങൾ നൽകാനും അവർക്ക് ശരിക്കും ഇസ്ലാമിക ശിക്ഷണം നൽകാനും വേണ്ടിയാണ് എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് ചെയ്യേണ്ടത് കുട്ടികൾ ഉമ്മയുടെ മാതാക്കളുടെ പള്ളയിലുണ്ടാകുന്ന സന്ദർഭത്തിൽ തന്നെ ആരംഭിക്കുന്നു. അവിടെ മുതൽ നമുക്ക് വിശദീകരിച്ച് പറയാതെ അറിയുന്നതാണ് അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹം. നമുക്ക് കോലപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു സൃഷ്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ളതായ അനുഗ്രഹം കുട്ടി മാതാവിൻ്റെ പള്ളയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ആ തൗഫീഖിലൂടെയും തഖ്ദീറിലൂടെയും തദ്ബീറിലൂടെയും ആരംഭിക്കുന്നു.
അവിടെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞാൽ കുട്ടി പുറത്ത് വരുന്ന സന്ദർഭത്തിൽ വരേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികൾക്ക് മുലയൂട്ടാൻ വേണ്ടിയുള്ള എല്ലാ ചുറ്റുപാടുകളും എല്ലാ സൗകര്യങ്ങളും അല്ലാഹു അതേ മാതാക്കളിലൂടെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് കൽപ്പിക്കുന്നു, അൽ വാലിദാത്തു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. എല്ലാ മാതാക്കളും അവർക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ ആ വാലിദാത്ത് അഥവാ ആ മക്കളെ ജനിച്ചതായ മാതാക്കൾ അവർക്ക് മുലയൂട്ടേണ്ടതാണ് 2 വർഷം പരിപൂർണമായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികൾ എന്ന പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് അവർക്കുള്ളതായ റിയായത്ത്, അവർക്കുള്ള പരിഗണന അവിടെ മുതൽക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ആരംഭിച്ചതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾ അവരുടെ വാപ്പമാര് അവരുടെ ഉത്തരവാദപ്പെട്ടവർ മരിക്കുമ്പോൾ യുസീകുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ല ഹദ്ദിൽ ഉൻസയൈൻ എന്ന് പറഞ്ഞുകൊണ്ട് സമ്പത്തിനെ വിതരണം ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോഴും ഈ കുട്ടികൾക്ക് എന്ന പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അവർക്ക് നൽകേണ്ടതായ അവകാശം നിങ്ങൾ സ്ത്രീകൾക്ക് വേറെ, പുരുഷന്മാർക്ക് വേറെ, ആൺകുട്ടികൾക്ക് വേറെ, പെൺകുട്ടികൾക്ക് വേറെ നൽകേണ്ടതായ അവകാശങ്ങൾ നൽകണമെന്നും പറയുന്നതായിട്ട് കാണാം. മുനാഫിഖീങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച്, സ്ഥിതിഗതികളെക്കുറിച്ച് സൂചന നൽകിയിട്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഖുർആനിൽ പറയുമ്പോൾ കല്ലദീന മിൻ ഖബ്ലിഹിം കാനൂ അശദ്ദ ഖുവ്വതൻ വഅക്സറ അംവാലൻ വഔലാദ. ഈ മുനാഫിഖുകളുടെ സ്വഭാവം, കപടവിശ്വാസികളുടെ സ്വഭാവം അത് കല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചവരുടെ സ്വഭാവം തന്നെയാണ്. അവരെപ്പോലെയുള്ളവർ മുമ്പ് ജീവിച്ചിരുന്നു, അവരിലേക്ക് സൂചനയാണ്. കാനൂ അവരാരായിരുന്നു, അശദ്ദ ഖുവ്വതൻ നിങ്ങളെക്കാളും ശക്തന്മാരായിരുന്നു, അക്സറ അംവാലൻ വഔലാദ നിങ്ങളെക്കാളും ധാരാളം സന്താനങ്ങൾ ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട്, നിങ്ങളെക്കാളും ധാരാളം സമ്പത്തും ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ട് പോലും നിങ്ങൾ അഥവാ മുനാഫിഖുകൾ, കപട വിശ്വാസികൾ കാട്ടുന്ന രീതിയിൽ പണ്ട് അവരും കാട്ടിയിരുന്നു എന്ന് സൂറത്ത് തൗബയിൽ പറയുമ്പോൾ അവിടെ കുട്ടികൾ, സന്താനങ്ങൾ എന്ന് അല്ലാഹു ചർച്ച ചെയ്ത പദപ്രയോഗം കാണാവുന്നതാണ്. നോക്കൂ, ഖുർആനിൽ ലാ ഉഖ്സിമു ബിഹാദൽ ബലദി വഅൻത ഹില്ലും ബിഹാദൽ ബലദി വവാലിദിൻ വമാ വലദ്. സാധാരണ പ്രാധാന്യമല്ല കുട്ടികൾ എന്ന പദത്തിന് ഖുർആൻ ഉപയോഗിക്കുന്നത്, മറിച്ച് അള്ളാഹ് സത്യവചനത്തിലൂടെ ഉപയോഗിക്കുകയാണ്. വവാലിദിൻ പിതാക്കളെ തന്നെയാണ് ആ സത്യം, ഒമാ വലദ് ആ പിതാക്കളിലൂടെ ഉത്ഭവിക്കുന്നതായ സന്താനങ്ങളെ തന്നെയാണ് ആ സത്യം എന്ന് അള്ളാഹു സത്യവചനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതായ ആ പദപ്രയോഗത്തിൽപ്പെട്ടതാണ് മക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സന്താനങ്ങൾക്ക് ധാരാളം പ്രാധാന്യം നൽകിയും കൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ 100-ൽ പരം പ്രാവശ്യം അള്ളാഹു ഔലാദി എന്ന പദപ്രയോഗം, ബനീൻ എന്ന പദപ്രയോഗം, ദുർരിയ എന്ന പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ ചർച്ച ചെയ്തതായിട്ട് കാണാം. നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നാം പലപ്പോഴും ഇവിടെ ഈ രാത്രി ക്ലാസ്സിൽ ചർച്ച ചെയ്തതായ വിഷയമാണ്. അത് വളരെ നീട്ടിവലിച്ച് നാം പലപ്പോഴും ഇവിടെ സംസാരിച്ചിട്ടുമുണ്ട്. വിശുദ്ധ ഫുർഖാൻ അതിൽ പരിശോധിച്ച് നോക്കിയാൽ ഞാനിപ്പോൾ തുടങ്ങി വെച്ചതായ ആ ആയത്ത് ഉൾക്കൊള്ളുന്നതായ സൂറത്ത് നിങ്ങൾക്കറിയാം. ഞാൻ ഓതിയപ്പോൾ തന്നെ ആ സൂറത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറത്ത് ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ സൂറത്തിലുള്ളതായ ഖിസ്സകളിൽ നിന്നിട്ട് പ്രധാന ഖിസ്സ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു വ്യക്തിയെ അള്ളാഹ് പരിചയപ്പെടുത്തുകയാണ്. ആ വ്യക്തി നബിയല്ല, റസൂലല്ല, പ്രവാചകനല്ല, റസൂലല്ല, ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു സാലിഹായ മനുഷ്യനാണ്, സ്വതന്ത്രൻ വരെ അല്ല. മഹാനായ ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നതായ റിപ്പോർട്ടുകളിൽ നിന്നിട്ട്, അതുപോലെ അവർക്ക് മുമ്പ് ഇബ്നു അബ്ബാസ് പറയുന്ന വാക്കിൽ നിന്നിട്ട്, അതുപോലെ തന്നെ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിം ജമീഅൻ പറയുന്ന വാക്കിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹം സ്വതന്ത്രനെ അല്ല, അടിമയായ ഒരു വ്യക്തിയാണ്. പക്ഷെ അള്ളാഹു അദ്ദേഹത്തിന് മഹാപ്രാധാന്യം നൽകി. എത്രത്തോളം എത്രത്തോളം ഇറങ്ങിയതായ സൂക്തത്തിൽ ഒരു സൂക്തത്തിന്റെ പേര് തന്നെ അദ്ദേഹത്തിന്റെ പേരിലൂടെയാണ്. സൂറത്തു ലുഖ്മാൻ. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? അദ്ദേഹത്തിന്റെ കുട്ടിയെ ശിക്ഷണം നൽകിയതായ ശൈലി മുസ്ലിം ലോകത്തിന് ലോകാത്ഭുത ഗ്രന്ഥമായ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തത് ഒരു സാധാരണ മനുഷ്യൻ, നബിയല്ല, ഒരു ദൂതരല്ല, ഒരു മുർസലല്ല എന്ന് മാത്രമല്ല, സാധാരണ മനുഷ്യൻ തന്നെ സ്വതന്ത്രനുമല്ല, അടിമയാണ്. അദ്ദേഹം അടിമയായിരുന്നു എന്നാണ്. കറുത്ത മനുഷ്യനാണ്, അടിമയുമാണ്, കറുത്ത അല്ലെങ്കിൽ നീഗ്രോ ആണ് എന്ന് നമ്മുടെ ഭാഷയിൽ പറയാം. അങ്ങനെയുള്ള ഒരു സാധാരണ വ്യക്തി, പക്ഷേ അദ്ദേഹം അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അള്ളാഹുവിൻ്റെ നിഘണ്ടുവിൽ തോലിനൊരു വിലയുമില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ.
തോലിന് വിലയില്ല അള്ളാഹുവിന്റെ നിഘണ്ടുവിൽ. അള്ളാഹുവിന്റെ അടുക്കൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ മാന്യൻ നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് നിങ്ങളിൽ അള്ളാഹുവിന്റെ അടുക്കൽ മാന്യൻ എന്നാണ് അള്ളാഹിന്റെ തീരുമാനം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിയെ സെലക്ട് ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ബഹുമാനിച്ച് ആദരിച്ച് പറയുന്ന ശൈലിയാണ് വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. ലുഖ്മാൻ എന്ന വ്യക്തിത്വം സുബ്ഹാനല്ലാഹ് ഒരു സാധാരണ വ്യക്തിയല്ല, അസാധാരണ വ്യക്തിയാണ്. ഖുർആനല്ലേ നമ്മളോട് പുകഴ്ത്തി വാഴ്ത്തി പറയുന്നത്. ലുഖ്മാൻ എന്ന മഹാവ്യക്തിത്വം അദ്ദേഹത്തിന്റെ കുട്ടിയോട് ശിക്ഷണം നൽകുന്ന, വസിയത്ത് നൽകുന്ന, ഉപദേശം നൽകുന്ന സന്ദർഭത്തെ നിങ്ങൾ സ്മരിക്കണം, ഓർക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം. ലോക മുസ്ലിങ്ങളെ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ, ഇത് എന്നാണ് പഠിക്കണം, ഗ്രഹിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം, പഠിക്കണം, വായിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. ലുഖ്മാൻ എന്ന വ്യക്തി അടിമയായിരുന്നു. അദ്ദേഹത്തിന്റെ യജമാനൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ബനൂ ഇസ്രായേലുകളിൽപ്പെട്ട ഒരു അടിമ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് മുഫസ്സിറുകൾ. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ സയ്യിദ്, അദ്ദേഹത്തിന്റെ മൗല ആവശ്യപ്പെട്ടു, ഒരാടർത്ത് കൊണ്ടുവരും. അങ്ങനെ ആടർത്ത് കൊണ്ടുവന്നു. മഹാനായ ഇബ്നു ജരീർ തബരി ഖാലിദ് റിബഈ എന്ന വ്യക്തിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ. ഇബ്നു ജരീർ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടിൽ കാണുന്നു, മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് അദ്ദേഹത്തിന്റെ സയ്യിദ് കൽപ്പിച്ചു ഒരാടർത്ത് കൊണ്ടുവരാൻ. എന്നിട്ട് ആടിൽ നിന്നിട്ട് 2 നല്ല രസമുള്ള നല്ല ഭാഗം മാംസത്തിൽ നിന്നിട്ട് മുറിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നാവിനെയും ഹൃദയത്തെയും കൊണ്ടുവന്നു. പിന്നെ ഒരു പ്രാവശ്യം ആടർത്തപ്പോൾ പറഞ്ഞു 2 ഏറ്റവും വടക്ക് ഭാഗം ആ ആടിന്റെ മാംസങ്ങളിൽ നിന്നിട്ട് മുറിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴും നാവും ഹൃദയവുമാണ് കൊണ്ടുവന്നത്. ചോദിച്ചു, ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞപ്പോൾ നീ ഇത് തന്നെയാണല്ലോ കൊണ്ടുവന്നത്. ഇപ്പോഴും ആദ്യം ചോദിച്ചത് നല്ലത് കൊണ്ടുവരാൻ, ഇപ്പോൾ ചോദിച്ചത് വടക്ക് കൊണ്ടുവരാൻ. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഒരു മനുഷ്യന്റെ ഹൃദയവും അദ്ദേഹത്തിന്റെ നാവും നന്നായി കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാളും നല്ല സാധനം ആ മനുഷ്യന്റെ ശരീരത്തിലില്ല. ഇത് രണ്ടും വടക്കായി കഴിഞ്ഞാൽ അതിനേക്കാളും വടക്ക് സാധനം മനുഷ്യന്റെ ശരീരത്തിലില്ല. അതുകൊണ്ടാണ് ആദ്യം കൊണ്ടുവന്നതും നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയിൽ ഈ 2 സാധനം തന്നെ, രണ്ടാമത്തെ ചോദ്യത്തിനും ഈ 2 സാധനം തന്നെ കൊണ്ടുവരാൻ കാരണമെന്ന് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രശസ്തനായിരുന്നു. ലുഖ്മാനുൽ ഹക്കീം, ഹിക്മത്തിന്റെ ഉടമയാണ് അദ്ദേഹം, ഹക്കീമാണ് എന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉപദേശിച്ചതായ ഉപദേശം അള്ളാഹു ഖുർആനിൽ ആ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്തിന് തന്നെ ലുഖ്മാൻ സൂറത്ത് എന്നാണ് പേര്. ആ ആയത്തുകളിലൂടെ നമുക്കെന്തിനാണ് പഠിപ്പിച്ചു തരുന്നത്? നമ്മുടെ ഇന്നത്തെ വിഷയമാകുന്ന കുട്ടികൾക്കുള്ളതായ ആ തർബീയത്തിൻ്റെ ശൈലി, അതിൻ്റെ ശരിയായ ശൈലി, മാതൃകാപരമായ ശൈലി നമുക്കതിൽ നിന്നിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും, നമുക്കതിൽ നിന്നിട്ട് പഠിക്കാൻ സാധിക്കും. നമുക്കറിഞ്ഞ ഖുർആനിൽ, നമുക്കറിഞ്ഞതായ സൂറത്തിൽ നമ്മുടെ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതായ ശൈലിയാണ് ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹിസ്റ്ററി സൂറത്ത് ലുഖ്മാനിലൂടെ. അള്ളാഹു പറയുന്നു, മഹാനായ ലുഖ്മാൻ കൽപ്പിച്ച സംഭവത്തെ നിങ്ങൾ ഓർക്കണം. ഇത് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. കുട്ടികൾക്ക് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് വിവേകം വന്നു കഴിഞ്ഞു, അവർ നല്ലതും വടക്കും മനസ്സിലാക്കുന്ന ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് കണ്ടാൽ അവരോട് എന്ത് ചെയ്യണം? നല്ല നല്ല കാര്യങ്ങൾ പറയാൻ ആരംഭിക്കണം. അവർക്ക് പിന്നെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പോലെ അവർക്ക് നാം മാതൃകയുള്ള ആളായിട്ട് മാറണം. അതുകൊണ്ട് തന്നെ മഹാനായ ലുഖ്മാൻ ആ കുട്ടിയെ മുമ്പിലിരുത്തിയും കൊണ്ട് ഉപദേശിക്കുന്നു. കുട്ടിക്ക് പഠിപ്പിക്കേണ്ടതായ ശിക്ഷണം, ആ വസിയ്യത്ത്, ആ ഉപദേശങ്ങൾ നൽകുന്നു. ആ നൽകിയ രീതിയെക്കുറിച്ച് പറയുകയാണ്. മഹാനായ ലുഖ്മാൻ നൽകിയ രീതിയിൽ ആദ്യമായിട്ട് കുട്ടിയോട് ലാ തുശ്രിക് ബില്ലാഹ്, നീ അള്ളാഹുവിൻ്റെ കൂടെ ഈ കുട്ടി എന്ന് തന്നെ നാം മനസ്സിലാക്കണം. കുട്ടിപ്രായം, യാ ബുനയ്യ, എൻ്റെ കുഞ്ഞോമന മകനെ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ചെറിയ കുട്ടിപ്രായമാണ്, വലിയ ബാല്യക്കാരനായിട്ടില്ല, ബാല്യപ്രായത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ആ സന്ദർഭത്തിൽ തന്നെ കുട്ടിക്ക് നൽകുന്ന ഉപദേശത്തിൽ
വളരെ വൈറ്റുള്ള കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്, വിശ്വാസപരമായ ആദർശപരമായ കാര്യം. നീ അള്ളാഹുവിനല്ലാതെ ആരാധിക്കാൻ പാടില്ല, അള്ളാഹിൻ്റെ കൂടെ ആരെയും പങ്കുചേർക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കഴിവുകൾക്ക് നീ പഠിക്കണം, മനസ്സിലാക്കണം, ഗ്രഹിക്കണം. എന്നിട്ട് ആരാധനയുടെ എല്ലാ ഇനങ്ങളും അള്ളാഹുവിന് സമർപ്പിക്കണം. അതുകൊണ്ട് അള്ളാഹിൻ്റെ കൂടെ നീ ശിർക്ക് ചെയ്തു പോകരുത് കുട്ടി എന്ന്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് മഹാപാപമാണ് എന്ന്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം എന്ന ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ ഒരു വിഭാഗം സത്യവിശ്വാസികൾ അവരുടെ ഈമാനിനോടൊപ്പം അവർ ദുൽമ കലർത്തിയിട്ടില്ലെങ്കിൽ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് സുരക്ഷിതത്വം, അവരാണ് സന്മാർഗികൾ എന്ന് ഖുർആനിൽ ഒരായത്ത് ഇറങ്ങിയപ്പോൾ ഇബ്നു മസ്ഊദ് റിപ്പോർട്ട് ചെയ്യുകയാണ്. സംഭവം എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ബുഖാരിയിലാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റിപ്പോർട്ട് ചെയ്യുന്നു, ഈ ആയത്ത് ഇറങ്ങിയതായ വേളയിൽ സഹാബാക്കൾ ഞെട്ടി. നാം ആരാണ് ആക്രമിക്കാത്ത ആൾ? നാം ആരാണ് ദോഷം ചെയ്യാത്ത ആൾ? നാം ആരാണ് പാപം ചെയ്യാത്ത ആൾ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്ന ദുൽമ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ദോഷങ്ങളല്ല, സാധാരണ പാപങ്ങളല്ല. അതുകൊണ്ട് നിങ്ങൾ ബേജാറാവേണ്ടതില്ല. പിന്നെയോ നിങ്ങൾ ഈ ആയത്ത് ഓതിയാൽ മതി, കൂട്ടിച്ചേർത്ത് പഠിച്ചാൽ മതി. ഏത് ആയത്ത്? ലുഖ്മാൻ അവരുടെ മകനോട് ഉപദേശിച്ച ആയത്ത് എന്താണ്? ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്കാണ് മഹാപരാക്രമം. അപ്പോൾ ഈ ആയത്തിൽ, അഥവാ ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ച ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതായ ആ ദുൽമ ഏതാണ്? അത് ശിർക്കാണ്. ഏറ്റവും വലിയ പാപം അത് ശിർക്കാണ്. അപ്പോൾ അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽം, ഒരു വിഭാഗം അവർ സത്യവിശ്വാസികളാവുകയും ആ സത്യവിശ്വാസത്തോടൊപ്പം അവർ അക്രമം കലർത്താതിരിക്കുകയും ചെയ്താൽ, അഥവാ ശിർക്ക് ചെയ്യാതിരുന്നാൽ, ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് സുരക്ഷിതത്വം, വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗികൾ എന്നാണ് ആയത്തിന്റെ അർത്ഥമെന്ന് മനസ്സിലായി. അപ്പോൾ ഈ മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ഉപദേശിച്ച ഉപദേശത്തെക്കുറിച്ച് അള്ളാഹു അതിനിടക്ക് മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട അവകാശത്തെക്കുറിച്ചൊക്കെ പറയുന്ന നീണ്ട പട്ടികയാണ്. അത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ച് പറഞ്ഞ ഭാഗമാണ്. അതിനുശേഷം അള്ളാഹു തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. യാ ബുനയ്യ, ഏ കുഞ്ഞോമന മകനെ, ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. നമ്മൾ ആദ്യത്തെ ഉപദേശത്തിൽ തന്നെ നിൽക്കാം അല്പം. ആദ്യത്തെ ഉപദേശം റസൂലുള്ള ജീവിതത്തിൽ അവരുടെ ശിക്ഷണത്തിൽ പകർത്തിയ ശൈലി നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്. ചെറിയ കുട്ടിയോട് അവരുടെ പെരടിയിലേക്ക് കൈവച്ചുകൊണ്ട് 10 or 12 വയസ്സുള്ള കുട്ടിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പദം എന്താണ്? ഇദാ സഅൽത ഫസ്അലില്ലാ, നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ നീ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം ചോദിക്കേണ്ടത്. നീ സഹായാർത്ഥനം നടത്തുകയാണെങ്കിൽ അള്ളാഹുവിനോടായിരിക്കണം നീ സഹായാർത്ഥനം നടത്തേണ്ടത്. അത്രയും ചെറിയ വയസ്സുള്ള കുട്ടിയോട് അങ്ങനെ നമുക്ക് പറയാൻ തോന്നുമോ ഇന്നത്തെ യുഗത്തിൽ? ഇല്ല. നാം ഇപ്പോൾ 15 വയസ്സ് വരെ കുട്ടിയോട് നിർബന്ധിപ്പിക്കാറില്ല നിസ്കരിക്കാൻ. ആ ചെറുപ്പല്ലേ നിസ്കരിക്കുന്നവങ്ങൾ നിസ്കരിച്ചോട്ടെ പറയാ, എപ്പോഴെങ്കിലും പറയാന്നല്ലാതെ അതും അള്ള കൽപ്പിച്ച രൂപത്തിൽ പറയൂല. അള്ള കൽപ്പിച്ച രൂപം എന്താണ്? നീ കൽപ്പിക്കുകയും നീ അവൻ നിസ്കരിച്ചോ ഇല്ലേ എന്ന് ശരിക്ക് പരീക്ഷിച്ച് പരിശോധിച്ച് അതിന് ക്ഷമ കൈകൊള്ളുകയും വേണമെന്ന കൽപ്പനയുണ്ട്. അതൊന്നും നാം കൂട്ടാക്കാറില്ല, ബഹുഭൂരിപക്ഷം കൂട്ടാക്കാറില്ല. അതാണ് യാഥാർത്ഥ്യം. പക്ഷെ അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊക്കെ തോന്നുന്നത് വലിയ വൈറ്റുള്ള ലോകം മുഴുവനും നിനക്കൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ആ നന്മ വേണ്ടാതാണ് അള്ളാഹ് തീരുമാനിച്ചതെങ്കിൽ നിനക്ക് അള്ളാഹ് തീരുമാനിച്ച തീരുമാനമല്ലാതെ മനുഷ്യന്മാർ തീരുമാനിച്ച തീരുമാനം ഇവിടെ നടക്കുക തന്നെ ഇല്ല. അള്ളാഹ് തീരുമാനിച്ചത് നിനക്ക് നന്മയാണ്. പക്ഷേ ജനങ്ങൾ അതല്ലാണ്, അത് വേണ്ടാൻ തീരുമാനിച്ചാൽ അത് നടക്കുക തന്നെ ഇല്ല. ഈ കെട്ടുറപ്പുള്ള വിശ്വാസം അത്രയും ചെറിയ കുട്ടിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിലേ ഇട്ട് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ലോകം മുഴുവനും നിനക്കൊരു തിന്മ ചെയ്യാൻ വിചാരിച്ചാൽ അള്ളാഹുവിന്റെ തീരുമാനം ആ തിന്മ നിനക്ക് വരരുത് എന്നാണ് എങ്കിൽ ആ തിന്മ നിനക്ക് തട്ടുക തന്നെ ഇല്ല, ലോകം മുഴുവനും ഉദ്ദേശിച്ചാലും ശരി എന്ന് റസൂല് ആ കുട്ടിയോട് കുട്ടിപ്രായത്തിൽ, ഇബ്നു അബ്ബാസ് ആണല്ലേ,
ഇബ്നു അബ്ബാസിനോട് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10-12 വയസ്സുള്ള കുട്ടിയോട് പറയാൻ, നാമൊക്കെ 12 വയസ്സുള്ള കുട്ടിയോട് അത്തരം ഉപദേശങ്ങൾ പറയുമോ, പറയാറുണ്ടോ, പറയാൻ നമുക്ക് ചങ്കൂറ്റം ഉണ്ടാവുമോ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുനയ്യ എന്ന പദപ്രയോഗം നടത്തിയും കൊണ്ട് ലുഖ്മാൻ മുമ്പിലിരുന്നു. അപ്പോൾ വീട്ടിൽ ക്ലാസ് നടന്നു, വീട്ടിൽ കുട്ടിയുടെ മുമ്പിൽ ക്ലാസ് നടത്തി കൊടുത്തു. വാപ്പ കുട്ടിക്ക് ക്ലാസ് നടത്തി. അപ്പോൾ ക്ലാസ്സിൽ ഉപദേശിച്ച ആദ്യത്തെ ഭാഗം എന്താണ്? ആദ്യത്തെ മാറ്റർ എന്താണ്? ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിന്റെ കൂടെ ആരെയും പങ്കു ചേർക്കാൻ പാടുള്ളതല്ല. എന്തേ? ഇന്ന ശിർക, നീ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. അല്ലാഹു അല്ലാത്ത ശക്തികളെ, വ്യക്തികളെ, വസ്തുക്കളെ, ഔലിയാക്കന്മാരെ, സാലിഹ്യങ്ങളെ, മുർസലുകളെ, ജിന്നുകളെ, മലക്കുകളെ, ആരായിരുന്നാലും വിരോധമില്ല. ബിംബങ്ങളെ, എന്തിനായിരുന്നാലും വിരോധമില്ല. അവകളോട് നീ പ്രാർത്ഥിക്കുക. അവകൾക്ക് നീ അള്ളാഹ്ക്ക് നൽകേണ്ട അവകാശമാകുന്ന ആരാധനയുടെ വല്ല ഇനവും നൽകുക. അത് മഹാപരാക്രമമാണ്. അതിനേക്കാളും വലിയ പരാക്രമം വേറെ ഇല്ല കുട്ടി എന്നാണ് മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ മകനോട് പഠിപ്പിച്ചത് എന്ന ആ ഭാഗമാണ് അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഖുർആനിലൂടെ. നാമും അത് നമ്മുടെ ജീവിതത്തിൽ ഫിറ്റാക്കാൻ, പകർത്താൻ വേണ്ടി തന്നെ. എന്നിട്ട് മഹാനായ ലുഖ്മാൻ തുടരുന്നു, യാ ബുനയ്യേ, കുട്ടി, കുഞ്ഞോമന മകനെ, ഇന്നഹാ, യഥാർത്ഥത്തിൽ പാപത്തിന്റെ സ്ഥിതി, ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. നീ ചെയ്യുന്ന എന്താവട്ടെ, പാപമാവട്ടെ, ദോഷമാവട്ടെ, മദ്ലമാവത്താവട്ടെ, അല്ല നന്മയാവട്ടെ, അത് ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുവിൻ്റെ അത്രയാണ് നീ ചെയ്യുന്നതെങ്കിൽ, കടു എത്ര വളരെ ചെറിയ സാധനമാണല്ലോ, കടുവിൻ്റെ അത്രയുള്ളതാണ് നീ ചെയ്യുന്നത്. അത് ഭൂമിയിലോ ആകാശത്തിലോ ഭൂമിയിലുള്ളതായ പർവ്വതത്തിൻ്റെ പാറയുടെ അകത്തിൻ്റെ ഇരുളിനകത്തോ ആണെങ്കിൽ, നീ എവിടെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ, ഏത് സ്ഥലത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ, ആരും കാണാതെ ചെയ്യുകയാണെങ്കിൽ, അതിനെ അള്ളാഹു കൊണ്ടുവരിക തന്നെ ചെയ്യും. ആ കുട്ടിയോട് പറയുകയാണ്, നീ എന്ത് തെറ്റ് ചെയ്താൽ, നീ എന്ത് പാപം ചെയ്താൽ, നീ എന്ത് അമൽ ചെയ്താൽ, അത് എത്ര അവ്യക്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരിക തന്നെ ചെയ്യും. അല്ലാഹ് സൂക്ഷ്മജ്ഞാനിയാണ്, അല്ലാഹ് സർവജ്ഞാനിയായ സൂക്ഷ്മജ്ഞാനിയായ റബ്ബിന് അത് കൃതകൃത്യമായിട്ട് കൊണ്ടുവരാൻ സാധിക്കുക തന്നെ ചെയ്യുമെന്ന ബോധം കുട്ടിയിൽ ചെറുപ്പത്തിലേ ഉണ്ടാക്കി കൊടുക്കുകയാണ് മഹാനായ ലുഖ്മാൻ എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമുക്ക് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ യാ ബുനയ്യ, കുഞ്ഞോമന മകനെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞ വിഷയം, അഖ്മിസ്സലാ, നീ നമസ്കരിക്കണം, കൃത്യമായി നമസ്കരിക്കണം. ഇഖാമത്താണ്, കൂട്ടമായിട്ട് ജമാഅത്തോടു കൂടി നമസ്കരിക്കുന്നതിനാണ് ഇഖാമത്ത് എന്ന പദപ്രയോഗം ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? ഉഖീമ ഹഫ്ലുൻ ഫീ മക്കാനിൻ എന്ന് പറയപ്പെട്ടാൽ, ഒരു സമ്മേളനം ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഉഖീമ സ്ഥാപിക്കപ്പെട്ടു അല്ലെങ്കിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരാളാണെങ്കിൽ സമ്മേളനം എന്ന് പറയില്ലല്ലോ. ഒരു സ്ഥലത്ത് സമ്മേളിച്ച് കൂടുന്നതിനാണ് ഉഖീമ ഹഫ്ലുൻ ഫീ മക്കാനി ഫുലാൻ. ഇഖാമ എന്ന പദപ്രയോഗം നടത്തുമ്പോൾ തന്നെ ഒരാളെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് നമുക്ക് അതിൽ നിന്നിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഖദ് ഖാമത്തിസ് സലാ, നമസ്കാരം ഇവിടെ നിലനിർത്തപ്പെട്ടു ജമാഅത്തോടുകൂടി, അതുകൊണ്ട് നിങ്ങൾ ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ വരൂ എന്ന് പറയുന്നതായ ആ രണ്ടാമത്തെ വിളിയിലും വരാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഖാമത്ത് എന്ന പദം ഉപയോഗിച്ച് ഖുർആനിൽ ആയത്ത് 60-ൽ പരം പ്രാവശ്യം കാണാം. 60-ൽ പരം പ്രാവശ്യം ഖുർആനിൽ ഇഖാമത്ത് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട്, അഖാമ, ഉഖീമ, അഖീമു എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു ചർച്ച ചെയ്യുന്നതായിട്ട് കാണാം. നിസ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ബഹുഭൂരിഭാഗവും അള്ളാഹു ഉപയോഗിച്ച ശൈലി അത് ജമാഅത്തായിട്ടായിരിക്കണം എന്ന സൂചന നൽകിക്കൊണ്ടാണ് എന്നർത്ഥം. മഹാനായ ലുഖ്മാൻ പറയുന്നു, കുട്ടി, യാ ബുനയ്യ അഖിമിസ്സലാ, നീ നമസ്കാരം നിലനിർത്തുക. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നാം പറഞ്ഞു, കുട്ടികളോട് ചെറുപ്പത്തിലേ അവൻ എത്ര വയസ്സാകുമ്പോൾ പറയാൻ തുടങ്ങണം? 7 വയസ്സാകുമ്പോൾ പറയാൻ തുടങ്ങണം. 10 വയസ്സാകുമ്പോഴോ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. അപ്പോൾ 7-ന്റെയും 10-ന്റെയും ഇടയിലുള്ളതായ ദിവസങ്ങളെ, ആ ദിവസങ്ങളിലെ നമസ്കാരങ്ങളെ കണക്ക് കൂട്ടിയിട്ട് ഞാൻ എത്ര പറഞ്ഞു? 5400 പ്രാവശ്യം കുട്ടിയോട് പറയേണ്ടി വരും 3 വർഷത്തിലൂടെ. എന്ത്? പോടോ, നമസ്കരിക്കടോ. ഓരോ നിസ്കാരത്തിലും പറയണമല്ലോ. അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ, ഓമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ.
മനസ്സിലായില്ലേ? അത് അള്ളാന്റെ കൽപ്പന. റസൂലുള്ളാഹിന്റെ കൽപ്പനയോ ഒരു കുട്ടിക്ക് 7 വയസ്സായി കഴിഞ്ഞാൽ ആ കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായി കഴിഞ്ഞാൽ ആ കുട്ടി നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്ന് മാത്രമല്ല, ഫർരിഖൂ ബൈനഹും ഫിൽ മദാജിഇ, ആ കുട്ടികളുടെ ഇടയിൽ 10 വയസ്സായി കഴിഞ്ഞാൽ ആണാവട്ടെ പെണ്ണാവട്ടെ ഒന്നിച്ച് കിടക്കാൻ സമ്മതിക്കരുത്. ഒന്നിച്ചൊരു വിരിപ്പിൽ അവരെ കിടക്കാൻ സമ്മതിക്കരുത്. അത് സ്വഭാവപരമായിട്ട് അഖ്ലാഖി മര്യാദ ചെറുപ്പത്തിലെ ഇസ്ലാം പഠിപ്പിക്കുന്ന ശിക്ഷണം നൽകുന്ന ഒരു ഭാഗവും കൂടിയാണ് അത്. യാ ബുനയ്യ അഖിമിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫ്. നോക്കൂ, ചെറുപ്പത്തിൽ കുട്ടിക്ക് പഠിപ്പിക്കുന്ന ഉപദേശത്തിൽപ്പെട്ടതാണ് ഉമുർ ബിൽ മഅറൂഫി, നന്മ നീ ജനങ്ങളോട് ഉപദേശിക്കണം. വൻഹ അനിൽ മുൻകർ, തിന്മ ജനങ്ങളെ തൊട്ട് വിരോധിക്കണം. വസ്ബിർ അലാ മാ അസാബക്, ഇത് ചെയ്യുമ്പോൾ നല്ലൊരു മെയിൻ ഡ്യൂട്ടിയാണത്. ആ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ചിലപ്പോൾ ആക്ഷേപം കിട്ടും, ശകാരം കിട്ടും, അതുപോലെ തന്നെ ക്ഷമ കൈകൊള്ളേണ്ടി വരും. അപ്പോൾ എന്ത് വേണ്ടി വരും? ക്ഷമിക്കണം എന്ന കൽപ്പന വരണം. അതുകൊണ്ട് കുട്ടിയോട് പറയാണ് വസ്ബിർ അലാ മാ അസാബക, ഈ നീ ചെയ്യുന്നതായ സതുപദേശം, നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക എന്ന ഡ്യൂട്ടി നീ ചെയ്യുന്ന സന്ദർഭത്തിൽ നിനക്ക് അനുഭവിക്കേണ്ടി വരുന്നതായ പ്രയാസത്തെ നീ ശപിക്കുകയും വേണം. വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. സാധാരണ ഡ്യൂട്ടി അല്ലാതെ അത് ഉലുൽ അസ്മിൽപ്പെട്ട കരുത്തുറ്റതായ മഹാത്മാക്കൾ, നബിമാർ, ഉലുൽ അസ്മിൽപ്പെട്ടതായ അസ്മിന്റെ ഉടമകൾ ചെയ്യുന്നതായ ഡ്യൂട്ടിയിൽപ്പെട്ടതാണത്. അസ്മുൽ ഉമൂർ, കരുത്തുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. എല്ലാവർക്കും ആ ഡ്യൂട്ടി നിർവഹിക്കാൻ സാധിക്കുന്നതല്ല എന്ന് പറയും പോലെ ഇതിപ്പോൾ അള്ളാഹ്ക്ക് നൽകേണ്ടതായ അവകാശങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. അള്ളാഹ്ക്ക് നൽകേണ്ടതായ അവകാശങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. അതുപോലെ ജനങ്ങളോടുള്ള പെരുമാറ്റവും അവിടെ ഉപദേശത്തിൽ പെടുന്നു. ഉപദേശത്തിൽ മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു കുട്ടിയോട് ഉപദേശിക്കുന്ന ഉപദേശത്തിൽ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, നീ ജനങ്ങളുടെ മുമ്പിൽ അഹങ്കാരം കാട്ടരുത്. നിന്റെ ഖദ്ദിനെ, നിന്റെ കവിളിത്തടത്തെ ചുളിക്കരുത് അവരുടെ മുമ്പിൽ. നിസ്സാര രൂപത്തിൽ ആരെയും നീ വീക്ഷിക്കരുത്. ജനങ്ങളെ ആദരിക്കണം, ജനങ്ങളെ ബഹുമാനിക്കണം. അവരെ ഏത് രൂപത്തിൽപ്പെട്ട ആളായിരുന്നാലും, ഏത് ജിൻസിയയിൽപ്പെട്ട ആളായിരുന്നാലും, ഏത് നാഷണാലിറ്റിക്കാരനായിരുന്നാലും ഒരാൾ മറ്റാളെ തരം താഴ്ത്താൻ പാടുള്ളതല്ല, ഒരാൾ മറ്റാളെ ആക്ഷേപിക്കാൻ പാടുള്ളതല്ല, അവരെ തരം താഴ്ത്താൻ പാടുള്ളതല്ല, അവനോട് അവൻ്റെ മുമ്പിൽ അഹങ്കരിക്കാൻ പാടുള്ളതല്ല. ഈ കിബിർ എന്ന് പറഞ്ഞാൽ അത് മഹാപാപമാണ്. ഒരാളിൽ കിബിർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്ന് ഹദീസിൽ ശൈലിയുണ്ട്. കിബിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബത്റുൽ ഹഖി വഗമത്തുൻ നാസ്. എന്താ ഇതിന്റെ അർത്ഥം? സത്യം ഉൾക്കൊള്ളാതെ സത്യം തള്ളുക. സത്യം വേണ്ട, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, അത് മതി, വേറെ ആരും എന്തും പറഞ്ഞിട്ട് പ്രയോജനമില്ല. എൻ്റെ ഉമ്മയും വാപ്പിയും വലിയാപ്പയൊക്കെ ചെയ്തതല്ലാതെ ഞാൻ ചെയ്യൂല, നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, അത് ഹക്കാണെങ്കിലും വിരോധമില്ല, ഹക്കൊന്നും എനിക്ക് ഞാൻ അംഗീകരിക്കാൻ തയ്യാറില്ല. അതുപോലെ തന്നെ ഖർത്തുന്നാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളെ നിസ്സാര രൂപത്തിൽ, അവഗണന രൂപത്തിൽ ജനങ്ങളെ കാണുക. ജനങ്ങളെ കാണുമ്പോൾ, ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇന്ന് നാഷണാലിറ്റിക്കാരനോ, അവനാരാണ്, അല്ലെങ്കിൽ എന്നിലേക്ക് ചേർത്ത് വിട്ട് അവനാരാണ്, ഞാനൊക്കെ വലിയ കാശുള്ളവനല്ലേ, ഞാൻ വലിയ പണക്കാരനല്ലേ, ബിസിനസ്സുകാരനല്ലേ, പെരുമയുള്ള ആളല്ലേ, അവനാരാണ് എൻ്റെ മുമ്പിൽ എന്തൊക്കെ ഒരു മറ്റുള്ളവരെ താഴ്ത്തി കാണുക. അതാണ് വലാ തുസഇർ ഖദ്ദക ലിന്നാസ്. ചെറിയ കുട്ടിയുടെ മുമ്പിൽ ഉപദേശിക്കുന്ന ഉപദേശമാണ്. അല്ലയോ മകനേ, കുഞ്ഞോമന മകനേ, ലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളുടെ മുമ്പിൽ നിന്റെ കവളത്തടം ചുളിഞ്ഞു പോകരുത്. എപ്പോഴും അഹങ്കാരമില്ലാത്ത രൂപത്തിൽ നല്ല സന്മനസ്സോടെ, നല്ല ഹൃദയ പ്രസന്നതയോടെ, നല്ല പുഞ്ചിരിയുള്ള മുഖത്തോടു കൂടിയായിരിക്കണം നീ ജനങ്ങളെ സ്വീകരിക്കേണ്ടത് എന്നർത്ഥം. അങ്ങനെയാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വതബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നീ പുഞ്ചിരി തൂങ്ങൽ അത് ധർമ്മമാണ് എന്നാണ് നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ ശൈലിയാണ് മഹാനായ ലുഖ്മാൻ റസൂലുള്ളാഹിന്റെ മുമ്പിൽ, നമ്മളെ കാലഘട്ടത്തിന് മുമ്പിൽ, എത്രയോ ആയിരങ്ങൾക്ക് കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാനെ പരിചയപ്പെടുത്തുന്നത്. ലുഖ്മാൻ ഉപദേശിച്ച ഉപദേശം, വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹാ, നീ ഭൂമിയിൽ നടക്കുമ്പോൾ അഹങ്കാരിയായി നടക്കാൻ പാടുള്ളതല്ല. ഭൂമിയിൽ
വിനയത്തോടു കൂടിയുള്ള നടത്തം, നെഞ്ചും പൊക്കി ഞങ്ങളുടെ മുമ്പിൽ അഹങ്കാരിയായി നടക്കുന്ന നടത്തത്തിൻ്റെ പേരാണ് മറഹൻ. ആ മറഹായിട്ട് ആ രൂപത്തിലുള്ളതായ അഹങ്കാരിയുടെ നടത്തം നീ നടക്കരുത്. വലാ തംശി ഫിൽ അർളി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അഹങ്കാരികളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല. അതുകൊണ്ട് കുഞ്ഞോമന മകനെ, നീ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളായി മാറാൻ വേണ്ടി നീ ആദ്യം പറഞ്ഞതുപോലെ ജനങ്ങളോടുള്ള സമീപനത്തിലും പെരുമാറ്റത്തിലും പ്രസന്നതയുള്ളതായ ഹൃദയത്തോടെ, നല്ല പുഞ്ചിരിയുള്ള മുഖത്തോടെ അവരെ സ്വീകരിക്കേണ്ടതും അവരോട് പെരുമാറേണ്ടതും അഹങ്കാരം കാട്ടാതിരിക്കേണ്ടതും, നടക്കുന്ന വേളയിൽ വരെ ഭൂമിയിൽ വിനയത്തോടു കൂടിയുള്ള താഴ്മയോടുകൂടിയുള്ള നടത്തം നീ നടക്കേണ്ടതുമാണ് എന്ന് മകനോട് മഹാനായ ലുഖ്മാൻ പഠിപ്പിക്കുന്നു. അപ്രകാരം തന്നെ ഇഖ്തിസാദ് എന്ന് പറയാറുണ്ടല്ലോ, ഇഖ്തിസാദ് അതാണ്. നീ നിന്റെ നടത്തത്തിൽ മീഡിയം സൈസ്, വസത്ത്, വളരെ സ്പീഡ് കൂട്ടി നടക്കലല്ല, സ്പീഡ് കുറഞ്ഞ് പതുക്കെ നടക്കലല്ല. നീ നടക്കുമ്പോൾ മിതമായ രൂപത്തിൽ, ജനങ്ങളുടെ മുമ്പിൽ അഹങ്കാരത്തോടു കൂടിയുള്ള നടത്തമല്ല, വളരെ വിനയത്തോടു കൂടിയുള്ള നടത്തം നടക്കുക. നോക്കൂ, നടത്തത്തിൽ വരെ ജനങ്ങളോടുള്ള സമീപനത്തിലും ജനങ്ങൾ നിന്നെ കാണുമ്പോൾ നീ ഒരഹങ്കാരിയാണെന്ന് തോന്നാത്ത രൂപത്തിലുള്ള നടത്തമായിരിക്കണം നീ നടക്കേണ്ടത്. നിന്റെ നടത്തം കാണുമ്പോൾ ഇതൊരു അഹങ്കാരിയുടെ നടത്തമാണെന്ന് ജനങ്ങൾക്ക് തോന്നിപ്പോകരുത് എന്ന് മഹാനായ ലുഖ്മാൻ മകനോട് പഠിപ്പിക്കുകയാണ്. നീ സംസാരിക്കുമ്പോൾ പതുക്കെ സംസാരിക്കുക. ജനങ്ങളോട് ശബ്ദ കോലാലമുണ്ടാക്കിയിട്ട് എവിടെയോടോ നീ വാടോട് നീ എന്നൊക്കെ പറഞ്ഞ് ഈ ശബ്ദത്തോടുകൂടി സംസാരിക്കാറുണ്ടല്ലോ. ചില ആൾക്കാരുടെ ശബ്ദം തന്നെ വലിയ ശബ്ദമാണ്. ഈ വലിയ വെയിറ്റുള്ള, കേൾക്കുമ്പോൾ വലിയ പ്രയാസം തോന്നുന്ന രൂപത്തിലുള്ള ശബ്ദമുണ്ടല്ലോ, അങ്ങനെയുള്ള ശബ്ദക്കാരെ അവർ വീണ്ടും ഒന്നുകൂടി പൊക്കിയാൽ എന്താ സംഭവിക്കുക? ചില സ്ഥലങ്ങളിലൊക്കെ അവർ സംസാരിക്കുമ്പോൾ ജനങ്ങളാസകലം തിരിഞ്ഞു പോകും, നോക്കിപ്പോകും, ശ്രദ്ധിച്ചു പോകും. അത്രയും ആ പ്രയാസത്തിലുള്ളതായ ശബ്ദം ശബ്ദിക്കുന്നവരൊക്കെ കൂട്ടത്തിലുണ്ടാവുക. നിങ്ങളുടെ കൂട്ടത്തിലല്ല, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് മകനോട് പറയുന്നത്, മകനെ നീ പതുക്കെ സംസാരിച്ചാൽ മതി, ആവശ്യത്തിന് അനുസരിച്ചിട്ട് ശബ്ദം പൊക്കിയാൽ മതി. ആവശ്യത്തിന് അനുസരിച്ചിട്ടല്ല നീ ശബ്ദം പൊക്കുന്നതെങ്കിൽ, ആവശ്യമില്ലാതെ നിന്റെ ശബ്ദത്തെ നീ ഒരു സ്ഥലത്ത് പൊക്കുകയാണെങ്കിൽ, ശബ്ദം പൊക്കൽ കൊണ്ട് ഒരാൾക്ക് പേരെടുക്കാൻ സാധിക്കുന്നതല്ല. പേരെടുക്കാൻ ഒരാൾക്ക് ശബ്ദം പൊക്കലിലൂടെ സാധിക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കേണ്ടത് കഴുതക്കായിരുന്നേനെ. അതുകൊണ്ട് അള്ളാഹു പറയുകയാണ് ആയത്തിന്റെ പരിപൂർണതയിൽ, ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. ഏറ്റവും വടക്ക് ശബ്ദം അത് കഴുതയുടെ ശബ്ദമാണ്. കഴുതയുടെ ശബ്ദമാണെങ്കിൽ വളരെ പൊക്കമുള്ള, വളരെ ദൂരെ മൈതാനത്ത് വെച്ചിട്ട്, മരുഭൂമിയിൽ വെച്ചിട്ടൊരു കഴുത ശബ്ദിച്ചാൽ അങ്ങേ അറ്റത്തേക്ക് ശബ്ദം കേൾക്കാം. അത്രയും വലിയ ശബ്ദമാണ്, മനസ്സിലായില്ലേ? അതും കേൾക്കാൻ വളരെ രസമില്ലാത്ത ശബ്ദമാണ്. ആരുടെ ശബ്ദം? കഴുതയുടെ ശബ്ദം. അപ്പോൾ ഒരാളുടെ ശബ്ദം പൊങ്ങിയത് കൊണ്ട് പേരും പെരുമയെടുക്കാൻ പറ്റുമെങ്കിൽ കഴുതക്കാണ് പേരും പെരുമയെടുക്കാൻ സാധിക്കേണ്ടത് എന്ന് പറയും പോലെ. അതുകൊണ്ട് നീ അങ്ങനെയുള്ള ശബ്ദം ശബ്ദിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും മറ്റു പലരും റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു. കോഴി കൂവുന്ന കേട്ടാൽ ആ സ്ഥലം അള്ളാഹുവിൻ്റെ ഫضലുള്ളത് കൊണ്ട്, ഫضലുള്ള സ്ഥലമാണത്. അഥവാ ചില റിപ്പോർട്ടുകളിൽ മലക്കുകളെ കണ്ടതുകൊണ്ട് എന്ന് കാണുന്നു. പക്ഷേ ഈ ഹദീസിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിൻ്റെ ഫضല് ലഭിക്കുന്ന അന്തരീക്ഷമാണ്, ഏരിയയാണ് കോഴി കൂകുന്നതായ സ്ഥലം. അതുപോലെ തന്നെ കഴുത ശബ്ദിക്കുന്ന ശബ്ദം കേട്ടുകഴിഞ്ഞാൽ നീ പിശാചിനെ തൊട്ട് അള്ളാഹിനോട് കാവലിനെ ചോദിക്കുക. കാരണം കഴുത പിശാചിനെ കാണുമ്പോഴാണ് പലപ്പോഴും ശബ്ദിക്കാറുള്ളത് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു വരുന്നത്. ഈ മഹാനായ ലുഖ്മാൻ ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, റസൂലുള്ളാഹി വരുന്നതിനും ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ലുഖ്മാൻ അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് വീട്ടിൽ വെച്ചിട്ട് നടത്തിയ ക്ലാസിൻ്റെ ശൈലിയാണ് അല്ലാഹു ഖുർആനിലൂടെ നമ്മെ കേൾപ്പിച്ചത്. അത് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടതായ ശിക്ഷണം ഏത് രൂപത്തിലായിരിക്കണം എന്നത് പഠിക്കാൻ മതി. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ചരിത്രം ഷോർട്ടായിട്ട് നിങ്ങളോട് പറഞ്ഞത്. നാം കുട്ടികളോട് അവർക്ക് നൽകേണ്ടതായ സതുപദേശങ്ങൾ നൽകുമ്പോൾ നിർബന്ധമായും പാലിക്കേണ്ടതായ ബാധ്യതയിൽ പ്പെട്ടതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നാം അവർക്ക് മാതൃകയുള്ളവരായി മാറുക. നമ്മെ കണ്ടിട്ട് അവർ പഠിക്കണം. അപ്പോൾ നാം അവരുടെ മുമ്പിൽ വെച്ചിട്ട് വക്കാണമുണ്ടാക്കരുത്. നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ കുട്ടികൾക്ക് വിവേകം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ വെച്ചിട്ട് നാം ശബ്ദിക്കരുത്, നാം ശബ്ദ കോലാലമുണ്ടാക്കരുത്, വക്കാണം കൂടരുത് എന്ന് മാത്രമല്ല, അവരുടെ മുമ്പിൽ വെച്ചിട്ട് നാം ചീത്ത പ്രത്യേകം പറഞ്ഞു പോകരുത്. കാരണം നമ്മിൽ നിന്നിട്ട് അവർ എന്ത് ചെയ്യും? ഇൽത്തിഖാത്ത് ചെയ്യും, അവർ പറക്കിയെടുക്കും. നാം പറയും പോലെ അവർ പറയും, നാം ചെയ്യും പോലെ അവർ ചെയ്യും. മുഹാക്കാത്ത് എന്ന് പറയും, അറബി ഭാഷയിൽ മുഹാക്കാത്ത് എന്ന് പറയും. മുഹാക്ക എന്ന് പറഞ്ഞാലേ മുഹാക്ക
കുരങ്ങന്മാരിലിട്ട് മുഹാക്ക നടത്തുന്നവരുണ്ട്. മനുഷ്യന്മാരെ കണ്ടാൽ അല്ലെങ്കിൽ ആരെ കണ്ടാൽ, കുരങ്ങന്മാർ 4-5 ഇനങ്ങളുണ്ട്. അതിലിട്ട് ഒരു ഇനങ്ങളുടെ പേരാണ് എന്ത്, മുഹാക്കാത്ത് നടത്തുന്ന കുരങ്ങന്മാർ. മനസ്സിലായി? അതുകൊണ്ട് ഹദീസ് നിഷേധികളോട് ഞാൻ സംസാരിച്ച കാലഘട്ടത്തിൽ പറഞ്ഞതായി ഓർക്കുന്നു. ഞാൻ പറയാറുണ്ട്, എന്ത് വിഷയത്തിൽ പറഞ്ഞു പോയപ്പോൾ ഓർമ്മയിൽ വന്നു പോയതാണ്, പറയാൻ ഉദ്ദേശിച്ചതല്ല. ഹദീസിൽ ബുഖാരിയിലൊക്കെ ഉണ്ട്, എന്ത് ഒരു വിഭാഗം കുരങ്ങ് എന്ത് ചെയ്തു, അവരിൽ നിന്നിട്ട് കുരങ്ങിൽ നിന്നിട്ട് വ്യഭിചരിച്ചതായ കുരങ്ങിനെ പിടിച്ചിട്ട് കല്ലെറിഞ്ഞു കൊന്നു എന്നാണ്. മനസ്സിലായില്ലേ? അതിനെ ഹദീസ് നിഷേധിക്കൽ വലിയ കാര്യമായിട്ട് പറയും. എന്താ ഇതൊക്കെ, ബുഖാരിയിലൊക്കെ കയറി കൂടി ഹദീസിന്റെ കോലം കണ്ടില്ലേ? അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഇന്ന് അതൊക്കെ പഠനം നടത്തിയിട്ട് എത്ര സൈസ് കുരങ്ങന്മാരുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും വ്യാപകമായ, ലോകത്തിൽ വ്യാപകമായ കുരങ്ങന്മാരിൽപ്പെട്ടതാണ് എന്ത്, ഈ മുഹാക്കാത്ത് നടത്തുന്ന കുരങ്ങന്മാർ. അഥവാ മനുഷ്യന്മാർ ആര് എന്ത് ചെയ്യുന്ന കണ്ടാൽ അതുപോലെ കാട്ടുക, അത് അവരുടെ സ്വഭാവമാണ്. അങ്ങനെ ആ കാട്ടുന്ന ഇനത്തിൽപ്പെട്ട കുരങ്ങന്മാരായിരിക്കും ഇങ്ങനെ കാട്ടിയത്. ബനൂ ഇസ്രായേലിന്റെ കാലഘട്ടത്തിൽ കല്ലെറിഞ്ഞ് കൊല്ലലുണ്ട്. ആരെ? വ്യഭിചരിച്ചവരെ. അതിനെ അവർ കാണും. കണ്ടപ്പോൾ അതുപോലെ അവരും കാട്ടിക്കാണും. മനസ്സിലായില്ലേ? അതിൽ നിന്ന് നമുക്ക് ബുദ്ധിക്ക് ഗോചരമല്ലാത്തൊരു കാര്യമൊന്നല്ല അത് എന്നർത്ഥം. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രൂപത്തിൽ നമ്മുടെ മക്കളുടെ മുമ്പിൽ നാം ചെയ്യുന്നതായ പ്രവർത്തനങ്ങളെ അവർ മുഹാക്കാത്ത് നടത്തും, അതുപോലെ കോപ്പിയടിക്കും. പച്ച മലയാളത്തിൽ കോപ്പിയടിക്കും. അതുകൊണ്ട് നാം എന്ത് വേണം, നാം അവരോട് പറയുന്നതും അവരോട് മുമ്പിൽ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം നല്ല നല്ല കാര്യങ്ങളായിരിക്കണം. പച്ചക്കള്ളം തീരെ പറഞ്ഞു പോകരുത്, കളവ് പറഞ്ഞു പോകരുത്. അതുപോലെ പിന്നെ അവർ ചെയ്യാൻ ആരംഭിക്കും. തുടക്കത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന് ശിർക്ക് ചെയ്യരുത് എന്ന പദം പറഞ്ഞല്ലോ മകനോട്. എന്നതുപോലെ നാം കുട്ടികൾക്ക് ചെറുപ്പത്തിലെ അള്ളാഹുവിനുള്ള മഹബത്ത് ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹ് ആരാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ്, നമുക്ക് സ്വർഗം തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന രൂപത്തിൽ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അള്ളാഹുവിനോടുള്ളതായ മഹബത്ത് അവരുടെ ഹൃദയത്തിൽ കടന്നുകൂടും. ഈ മഹബത്ത് വർദ്ധിക്കുമ്പോഴാണ് നാം അള്ളാഹുവിന് വേണ്ടി നമ്മുടെ തലയെ കുനിക്കുന്നതും സുജൂദ് ചെയ്യുന്നതും റുക്കൂഅ് ചെയ്യുന്നതും അവൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ നാം പരിശ്രമിക്കുന്നതും എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളതായ മഹബത്ത് അവരെക്കുറിച്ച് നന്നായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കണം. അവരെ നാം സ്നേഹിക്കണമെന്നത് പറഞ്ഞു കൊടുക്കണം. അവർ നമ്മുടെ മാതൃകാ പുരുഷന്മാരാണെന്ന് പറഞ്ഞു കൊടുക്കണം. അവരുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റണം എന്നത് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അതുപോലെ തന്നെ ചെറുപ്പത്തിലെ അവരുടെ ഇടയിൽ എന്ത് വേണം, ജനങ്ങളെ അങ്ങും ഇങ്ങും ബഹുമാനിക്കാൻ, വലിയവരെ ബഹുമാനിക്കൽ, ആദരിക്കൽ, അത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. നമ്മിൽ നിന്നിട്ട് വലിയവരെ ആദരിച്ചിട്ടില്ലെങ്കിൽ, ചെറിയവരെ അവരോട് കിർഫ കാട്ടിയിട്ടില്ലെങ്കിൽ അവൻ നമ്മളിൽപ്പെട്ട ആളല്ല എന്നൊക്കെയുള്ള ഹദീസൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് നമ്മുടെ ടൈം അവസാനിക്കാൻ പോവാണ്. അതൊക്കെ ചെറുപ്പത്തിലേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വലിയവരെ കാണുമ്പോൾ അവരെ ആദരിക്കണം. ഇവിടെയൊക്കെ അറബികൾ കാണില്ലേ, ചെറുപ്പത്തിലൊക്കെ അവരുടെ സദസ്സിലൊക്കെ പോയാൽ നിങ്ങൾ കാണാം. വലിയവരെ കാണുമ്പോൾ അവരെന്ത് ചെയ്യും, അവര് മറ്റുള്ളവരോട് സലാം പറയും പോലെ സലാം പറയുക. അവർ വലിയവരുടെ തല ചുംബിക്കും, വലിയവരെ ആദരിക്കും, ബഹുമാനിക്കും. എന്ന് മാത്രമല്ല, ഗഹ്വ അവർ ഒഴിക്കുന്ന സന്ദർഭത്തിൽ അവര് വലിയവരെ ഒഴിവാക്കിയിട്ട് ഗഹ്വ ഒഴിക്കൂല. സദസ്സിലൊക്കെ അറബികളുടെ സദസ്സിൽ ചെന്നാൽ കാണാം. അതൊക്കെ ചെറുപ്പത്തിലേ പഠിപ്പിക്കുന്ന ട്രെയിനിങ്ങിൽ കൂടിയ വരികയാണ്. ഗഹ്വ എന്ന് പറഞ്ഞാൽ ഇവിടെ അതിഥികൾക്ക് നൽകുന്നതായ പാനീയമാണ്. ആ പാനീയം നൽകുമ്പോൾ മൂത്തവരെ, വലിയവരെ, വയസ്സുള്ളവരെയൊക്കെ ആദരിക്കും. അതൊക്കെ നാം ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായ ഭാഗങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ സഹായ സഹകരണങ്ങൾ ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ചെറുപ്പത്തിലെ പഠിപ്പിക്കണം. കുട്ടികൾ ആരെങ്കിലും നാം വഴിയിൽ ഒരു കഴിവില്ലാത്തൊരു വ്യക്തിയെ കാണുമ്പോൾ, ആ കഴിവില്ലാത്ത വ്യക്തിയെ കാണുമ്പോൾ വാപ്പ സഹായിക്കുന്നുണ്ട് എന്നത് കാണാൻ വേണ്ടി, ആ കുട്ടി കാണാൻ വേണ്ടി കുട്ടിയോട് കൂടിയാണ് പോകുന്നതെങ്കിൽ ആ കുട്ടിയെ കാണിച്ചുകൊണ്ട് അത് ചെയ്യണം. എന്ന് മാത്രമല്ല, ചിലപ്പോൾ അവശര കാണുകയാണെങ്കിൽ ആ കുട്ടിയുടെ കയ്യിൽ 10 റിയാലോ അല്ലെങ്കിൽ 100 റിയാലോ കൊടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കുക എന്ന് കൽപ്പിക്കണം. അപ്പോൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക്, ജനങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തിട്ട് ട്രെയിനിങ് നൽകുക എന്നതിൽ കൂടി വരുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും വല്ലതും ചെയ്തു കഴിഞ്ഞാൽ, ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം ചീത്ത പറയാതെ ക്ഷമ കൈകൊള്ളുക. അതൊക്കെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുട്ടികൾ അതിൽ നിന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോപ്പിയടിക്കും. അതുപോലെ എൻ്റെ വാപ്പ ആരെയും ചീത്ത പറയാറില്ല, ശകാരിക്കാറില്ല, കളവ് പറയാറില്ല, വഞ്ചിക്കാറില്ല, ചതിക്കാറില്ല, നല്ല വ്യക്തിയായിരുന്നു എന്നൊക്കെ മൂപ്പർക്ക് അഭിമാനിക്കാൻ സാധിക്കും. നേരെ മറിച്ചിട്ട് നീ വീട്ടിലിരുന്നു കൊണ്ട്, നീ കടപ്പറയിൽ ഇരുന്നു കൊണ്ട് ആരെങ്കിലും വെല്ലടിച്ചാൽ, ആരടാ നോക്കടാ, ഇന്നാളാണ് വാപ്പ, അവനോട് ഞാൻ ഇല്ലാന്ന് പറഞ്ഞേക്കുന്നു. മൂപ്പരോട്, കുട്ടിയോട് പറയാണ് ഞാൻ ഇല്ലാന്ന് പറഞ്ഞേക്കുന്നു. അപ്പൊ എങ്ങനെയാ, മൂപ്പരെപ്പോൾ ഞെട്ടും. ആദ്യത്തെ തവണ മൂപ്പര് ഞെട്ടും, പിന്നെ
ഈ ചാതികൂടി കൊടുത്തിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ് നൽകുന്നത് പോലെ നൽകിക്കഴിഞ്ഞാൽ അവർ അപകടത്തിൽപ്പെടും. ആ നിരപരാധിയായ കുട്ടി പിന്നെ വളരെ ആസൈസിൽ കളവ് പറയുന്ന വ്യക്തിയായിട്ട് വളരും, വീടി വിളിക്കുന്ന സിഗരറ്റ് വിളിക്കുന്ന വ്യക്തിയായി വളരും. നാം അങ്ങനെയുള്ളതായ ഗതികെട്ട തർബിയത്ത് ജീവിതം പല വീടുകളിലും കാണും പോലെ അള്ളാഹു നാം എല്ലാവരും ഹിദായത്തിലാകട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. കുട്ടികൾക്ക് നൽകേണ്ട ശിക്ഷണം നൽകേണ്ടതുപോലെ ഇസ്ലാമീകരിച്ച് നാം ഇതുവരെ പഠിച്ച രൂപത്തിൽ ഇസ്ലാമീകരിക്കാൻ അവർക്ക് ചെറുപ്പത്തിലേ ലാ തൻഹ അൻ ഖുലുഖിൻ വതഅതിയ മിഥലഹു ആറുൻ അലൈക ഇദാ ഫഅൽത അദീമു എന്തെങ്കിലും തെറ്റ് മറ്റാളോട് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നീ ആ തെറ്റ് വിട്ടു നിൽക്കുക, എന്നിട്ട് മറ്റാളോട് നീ ചെയ്യരുതെന്ന് പറയുക. നീ അത് ചെയ്തിട്ട് എന്നിട്ട് ജനങ്ങളോട് ആ തെറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ, അത് പ്രവർത്തിക്കാൻ, അത് നടപ്പാക്കാൻ ആളെ കിട്ടൂല എന്ന് കവി പറഞ്ഞത് വളരെ അർത്ഥവത്തായ ശൈലിയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നാം ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കളവ് അത് വളരെ അപകടമാണ്. ഖദിബ് തീരെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് പറയരുത്, പറയാൻ പാടില്ല, പഠിപ്പിക്കാനും പാടില്ല. അതിൽ നിന്നൊക്കെ വിട്ടു നൽകി. ഈ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ കളവ് അവരിൽ നമ്മിൽ നിന്നിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ അതുപോലെയുള്ള വലിയ വലിയ കളവൊക്കെ പറയാൻ ആരംഭിക്കും. അതുപോലെ തന്നെ ഈ കളവൊക്കെ ചെറുപ്പത്തിലെ പ്രാക്ടീസുള്ള കുട്ടികളാണ് പിന്നെ കള്ളന്മാരായി മാറൽ. കാരണം വല്ലതും കണ്ടാൽ ഹറാമോ ഹലാലോ എന്നറിയാതെ കൈ അവരുടെ നീളും. ഒരു പ്രാവശ്യം നീണ്ടു കഴിഞ്ഞാൽ രസം കൂടി കഴിഞ്ഞാൽ പിന്നെയും കട്ടാ വിരോധമില്ലാന്ന് തോന്നും. അപ്പോൾ ചെറുപ്പത്തിലേ കക്കുന്ന കുട്ടിയായിട്ട് വളരും. അങ്ങനെ പല കുട്ടികൾ വടക്ക് സ്വഭാവം പഠിച്ച് കളവിലൂടെ വളർന്ന് അപകടത്തിൽപ്പെട്ടതായ പല സംഭവങ്ങളും നാം കേൾക്കാറുണ്ട്. അങ്ങനെയുള്ള അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി നാം കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ശിക്ഷണം നൽകുമ്പോൾ പരിശ്രമിക്കണം. കുട്ടികൾക്ക് നിസ്കരിക്കാൻ വേണ്ടി കുട്ടികളോട് കൽപ്പിക്കുമ്പോൾ നീ കടന്നുറങ്ങിയിട്ട് പോടാ നിസ്കരിക്കണം എന്ന് പറയലല്ല. നീ മുമ്പ് ഉടനുക, നീ ഓതു പിടിക്കുക. നീ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ഓതു പിടിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുക. പഠിക്കാത്ത ആളാണെങ്കിൽ എങ്ങനെയാണ് ഓതു പിടിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് കുട്ടിയെ പള്ളിയിൽ കൊണ്ടുപോവുക. ചെറുപ്പത്തിലേ അഥവാ വിവേകമുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പച്ച മലയാളത്തിൽ തെക്കും വടക്കും അറിയുന്ന കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഖിബ്ല അറിയുന്ന സന്ദർഭത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, വകതിരിവുണ്ടായി കഴിഞ്ഞാൽ കുട്ടിയെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ആരംഭിക്കുക. ആ സന്ദർഭത്തിലല്ലാതെ അതിനു മുമ്പ് കുട്ടിയെ പള്ളിയിൽ കൊണ്ടുപോയാൽ നിസ്കരിക്കുന്നവർക്കും മറ്റുള്ളവർക്കൊക്കെ അത് ശൈല്യമായി മാറും. അത് അപകട രീതിയാണ്, അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയാണ്. ചെയ്യേണ്ട രീതി അതെന്താണ്? ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ചില ആൾ പറയും, എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബന്റെ പേരക്കുട്ടിനെ ഏറ്റിട്ട് നിസ്കരിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ അതിനുള്ള പണ്ടത്തെ പള്ളിയുടെ രീതിയും ഇന്നത്തെ പള്ളിയുടെ സിസ്റ്റമൊക്കെ മാറി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ അഥവാ കുട്ടിയെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പള്ളിയിലേക്ക് ഭദ്രമായി അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ദൂഷ്യമില്ലാതെ, കുഴപ്പമില്ലാതെ, പ്രയാസമില്ലാതെ രൂപത്തിൽ അവരെ അച്ചടക്കത്തിൽ ഇരുത്താനും നിർത്താനും സാധിക്കുമെങ്കിൽ മാത്രമല്ലാതെ വിവേകമുള്ള കുട്ടിയല്ലാതെ പള്ളിയിൽ കൊണ്ടുപോകരുത്. അപ്പോൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ നാം ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അവർക്ക് തർബിയത്ത് നൽകുന്ന ഇനത്തിൽപ്പെട്ടതാണ് നാം പള്ളിയിലേക്ക് പോകുമ്പോൾ അവരുമായി പള്ളിയിലേക്ക് പോവുക. എന്നിട്ട് ജമാഅത്തോടു കൂടി നമസ്കരിക്കാനുള്ള ട്രെയിനിങ് ചെറുപ്പത്തിലേ നൽകുക. അതുപോലെ തന്നെ കുറച്ചുകൂടി വയസ്സ് കൂടി കഴിഞ്ഞാൽ കുട്ടി എവിടെ പോകുന്നു, യുവാക്കളുടെ കൂടെയാണെങ്കിൽ 15 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ അവർ പോകുന്നത് ആരെ കൂടെ, ആരുമായിട്ട് സഹകരിക്കുന്നു, ആരുമായിട്ട് സഹവസിക്കുന്നു, ആരുടെ കൂടെ നടക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ ദൂരെ നിന്ന് വീക്ഷിക്കുക. തീരെ തടയാനും പാടില്ല, തടയാതിരിക്കാനും പറ്റൂല. ഇന്നത്തെ യുഗം അങ്ങനെയാണല്ലോ. അങ്ങനെ വിടുകയാണെങ്കിൽ തന്നെ നല്ലവരുടെ കൂടെ വിടുക, മനസ്സിലേ, നല്ല കൂട്ടുകാരുടെ കൂടെ വിടുക. ലാ തസ്ഹബ് അഖൽ ജഹ്ല വഇയ്യാക വഇയ്യാഹു ഫകം മിൻ ജാഹിലിൻ അർദ ഹലീമൻ ഹീന വാഫാഹു. എത്ര നല്ല യുവാക്കൾ പക്ഷേ ജാഹിലീങ്ങളാകുന്ന കൂട്ടുകാരുടെ കൂടെ പോയി കഴിയുമ്പോൾ ആള് മാറുന്നു. ഇവിടെ സംഭവിച്ചു. മദീനയിൽ എൻ്റെ ക്ലാസ് മെമ്പർമാരിൽ നിന്നിട്ട് ഒരാൾ അദ്ദേഹത്തിൻ്റെ കുട്ടിയെ ഒരു ഇസ്രാഹിലേക്ക് അയച്ചു. ഒറ്റൊരു പോക്ക് മാത്രം പോയതാണ്. അതിനു മുമ്പ് മൂപ്പര് ഖുർആൻ മനപ്പാടം വിട്ട കുട്ടിയാണ്. മൂപ്പര് തഹ്ഫീദുൽ ഖുർആന്റെ മദ്രസയിലൊക്കെ പോയിക്കൊണ്ടേ ഉണ്ടായിരുന്നു. നന്നായിട്ട് എൽമൊക്കെ പഠിച്ച് നല്ല രൂപത്തിൽ നല്ല മുസ്തഖ്ബലുള്ള കുട്ടിയാണ് എന്ന നല്ല സമാധാനം അതിൻ്റെ വാപ്പക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു അവസരത്തിൽ ഒരു പ്രഭാതത്തിൽ വിളിച്ചു പറഞ്ഞു, എൻ്റെ മകൻ എൻ്റെ പിടുത്തത്തിൽ നിന്ന് വിട്ടു മൗലവി, ഇപ്പോൾ പിടിച്ചാൽ കിട്ടുന്നില്ല, വീട്ടിലേക്ക് വരുന്നില്ല, ആള് മാറി, പുകവലിക്കാൻ ആരംഭിച്ചു, പ്രയാസത്തിലുണ്ടായി. എന്താ സംഭവിച്ചത്? ഒരു ഇസ്രാഹയിലേക്ക് യുവാക്കളോടുകൂടി പോയി എന്നതാണ്. ഒരു പ്രാവശ്യം മാത്രം പോയതോടുകൂടി ആള് മാറി എന്നുള്ളതാണ്. സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത്, കുട്ടികളെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ കൂട്ടുകാരാരാണെന്ന് നാം പരിശോധിക്കണം. എന്നിട്ട് നല്ല കൂട്ടുകാരുടെ കൂടെ അല്ലാതെ അവരെ വിടരുത്, അവരെ അയക്കരുത്. അതുപോലെ തന്നെ അവരുടെ ടൈം അവർ കഴിച്ചു
കൂട്ടുന്നത് ഏത് രൂപത്തിലാണ് വീട്ടിൽ എന്നത് പരിശോധിക്കണം. അവർക്ക് നിങ്ങൾ നെറ്റ് ആണെങ്കിൽ നെറ്റ്, അല്ലെങ്കിൽ മൊബൈൽ ആണെങ്കിൽ മൊബൈൽ, ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒന്നിരിക്കലോ കൊടുക്കുന്നത് നീട്ടിവെക്കുക, അല്ലെങ്കിൽ കൊടുത്താൽ തന്നെ ഇത്ര മണിക്കൂർ മാത്രം, ഇത്ര സമയം മാത്രം ഇതിന് ഉപയോഗിച്ചാൽ മതി, എല്ലാ സമയത്തിന് ഉപയോഗിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ അവർക്ക് നെറ്റ് കൊടുക്കാതിരിക്കുക, വെറും യന്ത്രം മാത്രം കൊടുക്കുക. അങ്ങനെയൊക്കെ പല രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശിക്ഷണം, യുക്തിയുക്തം അവരോട് പെരുമാറി അവരെ അപകടത്തിൽ നിന്നിട്ട് മോചിക്കാൻ, അവരെ ചെറുപ്പത്തിലെ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിനുള്ള ഭയം, റസൂലുള്ളാഹിനോടുള്ള സ്നേഹം, അള്ളാഹിനോടുള്ള മഹബത്ത് ചെറുപ്പത്തിൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ദീനീ ഭക്തി, മതഭക്തി, ഗീറ ഇസ്ലാമിയ അവരിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ സ്വയം നന്നാകുന്ന ചുറ്റുപാടിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് എത്താൻ അത് അവരെ സഹായിക്കും. അതോടൊപ്പം അള്ളാഹുവിനോട് എപ്പോഴും കേണപേക്ഷിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. എൻ്റെ ദുർരിയ്യത്തിൽ നിന്നിട്ട് മുസ്ലിങ്ങളെ നീ ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന, റബ്ബ് നമ്മളോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ എന്ന അഡ്രസ് നൽകിയും കൊണ്ട് അള്ളാഹ് ഖുർആനിൽ സൂറത്തുൽ ഫുർഖാന്റെ അവസാനത്തിൽ എണ്ണുന്ന ഒരു വിഭാഗമുണ്ട്, ഇബാദുർ റഹ്മാൻ. ആരാണ് ഇബാദുർ റഹ്മാൻ? അല്ലദീന യംശൂന അലൽ അർദി ഹൗനാ. ലുഖ്മാൻ കുട്ടിയോട് പറഞ്ഞതുപോലെ ഭൂമിയിൽ വിനയത്തോടു കൂടി നടക്കുന്നവര്, അഹങ്കാരമില്ലാത്ത നടക്കുന്നവര്, മുനിവാസം കണ്ടാൽ സലാമ എന്ന് പറയുന്നവര്, അങ്ങനെ പ്രത്യേകതകൾ ധാരാളം ആ ഇനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണുന്നുണ്ട്. അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവര്, അള്ളാഹ്ക്ക് മാത്രം ആരാധന സമർപ്പിക്കുന്നവര്, അങ്ങനെയുള്ള ഇനങ്ങളുടെ കൂട്ടത്തിൽ റബ്ബനാ അവർ പ്രാർത്ഥിക്കും. എന്ത്? ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നിട്ടും ഇണകളിൽ നിന്നിട്ടും ഞങ്ങളുടെ കുട്ടികളിൽ നിന്നിട്ടും സന്താനങ്ങളിൽ നിന്നിട്ടും കുളിർക്കുന്നവരെ നീ നൽകണേ രക്ഷിതാവേ. ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങൾ ആരായിരിക്കണം? മുത്തഖീങ്ങളുടെ ഇമാമായിരിക്കണം. അഥവാ നമുക്ക് പ്രാർത്ഥനയാണ്, നാം ആരായിരിക്കണം? നമ്മുടെ കീഴിൽ ജീവിക്കുന്ന നമ്മുടെ കുട്ടികൾ, സന്താനങ്ങൾ മുത്തഖീങ്ങളായിരിക്കണം. അപ്പോൾ ഞാൻ മുത്തഖീങ്ങളുടെ ഇമാമാവണം എന്നാണ് അള്ളാഹ് കൽപ്പിച്ചത് പ്രാർത്ഥിക്കാൻ. എന്ത്? ഞാൻ മുത്തഖീങ്ങളുടെ ഇമാമായിരിക്കണം, മുത്തഖീങ്ങളുടെ വാപ്പയായിരിക്കണം, മുത്തഖീങ്ങളുടെ ഉമ്മയായിരിക്കണം, മുത്തഖീങ്ങളുടെ നേതാവായിരിക്കണം. അപ്പോൾ നാം നമ്മുടെ വീട്ടിൽ വളർത്തേണ്ടത് മുത്തഖീങ്ങളെയാണ്. നാം നമ്മുടെ കസ്റ്റഡിയിൽ ജീവിക്കുന്നവരായി മാറ്റേണ്ടത് മുത്തഖീങ്ങളെയാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന, അള്ളാഹുവിനെ പേടിക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന ജീവിതത്തിൽ പകർത്തുന്ന ആൾക്കാരെ കുറിച്ചാണ് ഈ ശൈലി അള്ളാഹു ഖുർആനിൽ ഉപയോഗിച്ചത്. നമ്മുടെ ടൈം അവസാനിച്ചു, നിർത്താമാണ്. കഴിവിൻ്റെ പരമാവധി നാം കുട്ടികളോടുകൂടി നല്ല ടൈം, കുറേ ടൈം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല, അത് തെറ്റാണ്. കുട്ടികളോട് കൂടി കഴിഞ്ഞുകൂടാൻ വേണ്ടി നാം സെലക്ട് ചെയ്യണം ടൈം. അവരോടുകൂടി ഇരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ, കുറച്ച് വയസ്സൊക്കെ കൂടുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ വരുമല്ലോ, അവരുടെ പ്രശ്നങ്ങളൊക്കെ, അവരുടെ കൂട്ടുകാരാരാണ്, അവരെവിടെ പോകുന്നുണ്ട്, അവരുടെ ലക്ഷ്യം എന്താണ്, അവരുടെ പോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതൊക്കെ അറിയാൻ വേണ്ടി അവരോട് കൂടി നാം സഹകരിച്ച് അവരോട് കൂടി ഇരുന്ന് അവരോട് കൂടി ചർച്ച ചെയ്ത് അവരുടെ നല്ലതും പ്രയാസവും ഉള്ളതായ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി അവരോട് കൂടി ജീവിക്കാൻ വേണ്ടി പാടുപെടണം. എന്നാൽ അവർക്ക് നൽകേണ്ടതായ ശിക്ഷണം നൽകാൻ വേണ്ടി നമ്മെ അത് സഹായിക്കും. ഇല്ലെങ്കിൽ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ശത്രുക്കളുണ്ട്, നിങ്ങൾ അവരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ടതാണ്. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ കുട്ടികളും നിങ്ങൾക്ക് പരീക്ഷണമാണ്. വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം, അല്ലാഹു അവന്റെ അടുക്കൽ മഹാപ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ആ കാര്യങ്ങളെ, ആ സമ്പത്തുകളെ, ആ സന്താനങ്ങളെ അല്ലാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നിങ്ങൾ അതിനെ പരിപാലിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട് ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ കുട്ടികളോ നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുന്നതിനെ തൊട്ട് തടഞ്ഞു പോകരുത്, തടയുന്ന സാധനമായി മാറരുത്. അപ്പോൾ അവർ നമ്മളെ സഹായിക്കുന്ന ആളായി മാറണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു അവരുടെ മകന് ഉപദേശിച്ച രൂപത്തിൽ അവർക്ക് നാം ശിക്ഷണം നൽകി കഴിഞ്ഞാൽ അവർ നാം നമസ്കരിക്കാൻ, നാം നന്മ ചെയ്യാൻ, നാം നല്ലത് സമ്പാദിക്കാൻ, നാം നല്ല
രീതിയിൽ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നവരായി, നമുക്ക് ബിർറ് ചെയ്യുന്ന, നമുക്ക് ഇഹ്സാൻ ചെയ്യുന്ന മക്കളായിട്ട് നമുക്ക് അവരെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ വിഷയമൊക്കെ വളരെ നീട്ടിവലിച്ച് പറയേണ്ടതാണെങ്കിലും ഇന്ന് ചർച്ച ചെയ്യാൻ വിചാരിച്ചതായ ഭാഗങ്ങൾ ഇതോടുകൂടി അവസാനിച്ചു. എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്ന സന്ദർഭത്തിൽ നാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, നാം കളവ് പറയാതിരിക്കുക, നാം കളവ് പ്രചരിപ്പിക്കാതിരിക്കുക. കളവുകൾ നാം വാട്സാപ്പിൽ കൂടിയോ അല്ലെങ്കിൽ നെറ്റിൽ കൂടിയോ യൂട്യൂബിൽ കൂടിയോ എവിടുന്ന് എന്ത് കേട്ടാൽ അറിഞ്ഞാൽ അത് പ്രചരിപ്പിക്കരുത്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ദ്രോഹിക്കൽ, മുസ്ലിങ്ങളെ മർദ്ദിക്കൽ, മുസ്ലിങ്ങളെ പേടിപ്പിക്കൽ അത് മഹാപാപമാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളെ ദ്രോഹിക്കരുത്. അവരുടെ ബാക്കിൽ നിന്നിട്ട് തോണ്ടിയിട്ട് പോലും, ബാക്കിൽ നിന്നിട്ട് ഒരാൾ ഞാൻ നടക്കാൻ, ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ തട്ടാണ്, ഇങ്ങനെ ഞെട്ടിപ്പോകും, അങ്ങനെ പോലും കാട്ടരുത് എന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ട്രെയിനൊക്കെ വരുന്നത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് എന്താണ് വരുന്നത് അറിയാൻ സാധിക്കുകയില്ല. ഇപ്പോൾ പട്ടാളം ഇറങ്ങാൻ പോവുകയാണ് കേരളത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിച്ചിട്ട് ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രീതിയൊക്കെ പാടുള്ളതല്ല. നാം ഇങ്ങനെയുള്ള അപകട സന്ദർഭങ്ങളിൽ, അപകട മേഖലകളിൽ നാം എന്ത് വേണം? നാം പറയുമ്പോൾ നാം മുസ്ലിമാണ് എന്നത് ഓർക്കണം. അഥവാ അനുസരണശീലനാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. അനുസരണശീലനായ നീ മുസ്ലിം, നിന്റെ വാക്ക്, നിന്റെ നാവ്, നിന്റെ കൈ, നിന്റെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും അള്ളാഹ്ക്ക് കീഴ്പ്പെടുത്തുക. അള്ളാഹ് കൽപ്പിച്ചതല്ലാതെ നീ ചെയ്യാതിരിക്കുക, അള്ളാഹ് അനുവദിച്ചതല്ലാതെ നീ പറയാതിരിക്കുക. നിന്റെ നേതാവായ, നമ്മുടെ എല്ലാവരുടെയും നേതാവായ, കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ച രൂപത്തിൽ ഒരു മുസ്ലിമിനെ എങ്ങനെയും വേദനിപ്പിക്കരുത്, എങ്ങനെയും വിഷമിപ്പിക്കരുത്, എങ്ങനെയും ദ്രോഹിക്കരുത്, എങ്ങനെയും മർദ്ദിക്കരുത്. ആ രൂപത്തിൽ ജീവിക്കുന്ന ആളായി മരണം. മുസ്ലിമിനെ മാത്രമല്ല, മനുഷ്യന്മാർ ആസകലം ഒരു മുസ്ലിമിലൂടെ ദ്രോഹിക്കപ്പെടാൻ പാടുള്ളതല്ല, മർദ്ദിക്കപ്പെടാൻ പാടുള്ളതല്ല. മുസ്ലിങ്ങൾ മനുഷ്യരാശിക്ക് അനുഗ്രഹീത നബിയായിട്ട് വന്ന നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തുകളാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് നാം അനുഗ്രഹമായിരിക്കണം, അവർക്ക് ശാപമായിരിക്കേണ്ടതല്ല, അവർക്ക് പ്രയാസമുണ്ടാക്കേണ്ടതല്ല. പ്രയാസമുള്ള വാക്കുകൾ അവരുടെ പ്രസംഗത്തിലോ അവരുടെ ലേഖനങ്ങളിലോ അവരുടെ സംസാരത്തിലോ അവരുടെ വാട്സാപ്പിൽ കൂടി വിടുന്നതായ ആ മെസ്സേജുകളിലോ അവർ വിട്ടുപോകരുത്, അവർ പ്രചരിപ്പിച്ചു പോകരുത്. സൂക്ഷിക്കണം നിന്റെ നാവിനെ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നീ ഒരു വാക്കുച്ചരിക്കുമ്പോൾ അവിടെ റഖീബുണ്ട്, അതീദുണ്ട്, അവരെ കുറിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അള്ളാഹു അറിയാതെ കുറിക്കാതെ നിനക്ക് ഒന്നും ഇവിടെ പറയാൻ പറ്റൂല. അതുകൊണ്ട് പ്രയാസം വരുന്ന സമയത്തിൽ അത് ആകാശത്തിലേക്ക് കൈനീട്ടുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അല്ലാഹുവിനെ പുകഴ്ത്തി വാഴ്ത്തി അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച, റസൂലുള്ളാഹി പഠിപ്പിച്ച ധാരാളം പ്രാർത്ഥനകളുണ്ട് പ്രയാസമുള്ള സന്ദർഭത്തിൽ. അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ പണ്ഡിതന്മാരിലൂടെ പഠിച്ചിട്ട് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അഥവാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് അർദ്ധരാത്രിയൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ, ഖുനൂത്ത് തോന്നിയിട്ടാണെങ്കിൽ ഖുനൂത്ത് തോന്നിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. പ്രയാസങ്ങൾ അകലാൻ, മല പോലെ വരുന്ന പ്രയാസം മഞ്ഞുപോലെയാക്കി മാറ്റാൻ അള്ളാഹ്ക്ക് സാധിക്കും. നമ്മുടെ നേതാക്കൾക്ക്, നമ്മുടെ മുൻപന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ളതായ ധാരാളം നസ്റുകൾ അയച്ചതുപോലെ, സഹായങ്ങൾ ഇറക്കിയതുപോലെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ സഹായം ഇവിടെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും. സത്യവിശ്വാസികൾക്ക് ഉറപ്പാണ്, സംശയമില്ല. പക്ഷേ എന്ത് വേണം? ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. അള്ളാഹുവിനെ നിങ്ങൾ സഹായിക്കുക, അള്ളാഹിന്റെ മതത്തെ നിങ്ങൾ പ്രചരിപ്പിക്കുക, അള്ളാഹിന്റെ മതത്തിൽ നിങ്ങൾ അടിയുറച്ച് ജീവിക്കുക, അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹ്ക്ക് മാത്രം ആരാധനകളുടെ എല്ലാ ഇനങ്ങളും സമർപ്പിക്കുക, അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി ജീവിക്കാൻ വേണ്ടി പാടുപെടുക, അള്ളാഹുവിന്റെ മതത്തെ പ്രചരിപ്പിക്കണം. അള്ളാഹുവിന്റെ മതം ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹുവിന്റെ ആ കലിമത്ത്, ആ മുദ്രാവാക്യം അത് പൊങ്ങി നിൽക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹിന്റെ സഹായം ഇറങ്ങുക തന്നെ ചെയ്യും. പരീക്ഷണം ഉണ്ടായിരുന്നാലും വിരോധമില്ല, അതിനുള്ള തക്കതായ പ്രതിഫലം അള്ളാഹു എന്നിട്ട് ലഭിക്കും. അള്ളാഹു നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ, അള്ളാഹു നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ആരാ നിങ്ങളെ സഹായിക്കാൻ പറയുന്നത് എന്നുള്ള ചോദിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള അപകട മേഖലയിൽ എത്താതിരിക്കാൻ വേണ്ടി പ്രയാസമുള്ള ചുറ്റുപാട് മുസ്ലിങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ പ്രതിവിധി കാണേണ്ടവരെ കാണുക, പണ്ഡിതന്മാരെ സമീപിക്കുക, എന്നിട്ട് അതിന് പ്രതിവിധി കണ്ടെത്താൻ വേണ്ടി അവരോട് പരിശ്രമിക്കുക. അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഖുർആൻ കൽപ്പിച്ച ശൈലി അങ്ങനെയാണ്. എന്നല്ലാതെ പച്ചക്കളവ് പ്രചരിപ്പിച്ചതിനെ നാം അങ്ങനെ പ്രസിദ്ധീകരിക്കുമല്ലോ, അതൊന്നുമല്ല. അതൊക്കെ മുസ്ലിങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന, മനുഷ്യന്മാരുടെ ഇടയിൽ ദ്രോഹമുണ്ടാക്കുന്ന കാര്യമാണ്. അതൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ വിട്ടു നിൽക്കാൻ വേണ്ടി പാടുപെടേണ്ടതും അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളെ, മുസ്ലിം ലോകത്തിൻ്റെ ആസകലമുള്ള പ്രയാസങ്ങളെ ഇസ്ലാമിലേക്കും അള്ളാഹുലേക്കും അള്ളാഹുവിൻ്റെ മതത്തിലേക്കും മടങ്ങലിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രയാസത്തെ മുസ്ലിങ്ങളിൽ നിന്ന് ദൂരപ്പെടുത്തുമാറാകട്ടെ.
ദൂരപ്പെടുത്തുമാറാകട്ടെ. സത്യത്തിൽ അടിയുറച്ചതുകൊണ്ട്, സത്യം പ്രചരിപ്പിച്ചുകൊണ്ട്, സത്യം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട്, സത്യത്തിൻ്റെ ഉടമകളായി, സത്യത്തിൻ്റെ വക്താക്കളായി ജീവിച്ച് മരിക്കാനുള്ളതായ തൗഫീഖ് അള്ളാഹു നമുക്കേവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ ചുറ്റുപാടും അന്തരീക്ഷവുമല്ല ആ പരീക്ഷണ രൂപത്തിൽ അല്ലാഹുമ്മ ലാ തജഅൽ മുസീബതനാ ഫീ ദീനിനാ, ഞങ്ങളുടെ ഈ പരീക്ഷണങ്ങൾ ഞങ്ങളുടെ മതത്തിലായി മാറരുതേ റബ്ബേ എന്ന പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ലാ തജഅൽ മുസീബതനാ ഫീ ദീനിനാ വലാ തജഅൽ ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ വലാ തുസല്ലിത് അലൈനാ മൻ ലാ യഖാഫുക ഫീനാ വലാ യർഹമുനാ. അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ധാരാളം പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപകട മേഖലയിൽ ചെല്ലാനുള്ള ദിക്റുകൾ, അല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഇന്ന ദിക്റുകൾ ഇത്ര വട്ടം ചെല്ലിയാൽ എന്നൊക്കെ പഠിപ്പിക്കാറുണ്ട്. അതൊക്കെ തെറ്റാണ്, അത് ചെയ്യരുത്. മനസ്സിലായില്ലേ? അങ്ങനെ റസൂല പഠിപ്പിക്കാത്ത, റസൂല ചെല്ലാത്ത, റസൂല എണ്ണം പറയാത്ത കാലത്തോളം നാം എണ്ണം പറയേണ്ടതില്ല. വാട്സാപ്പിൽ കണ്ടു, ഇന്ന വ്യക്തി ഇന്ന പണ്ഡിതൻ പറഞ്ഞു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ 500 പ്രാവശ്യം പറഞ്ഞാൽ 500 നാര പറഞ്ഞത് നീ പറയലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നല്ല പദമാണ്, അതിന് വലിയ പ്രത്യേകതയുണ്ട്, പ്രതിഫലമുണ്ട്, എല്ലാം അല്ലാഹുവിലേക്ക് വിട്ടുകൊടുക്കുന്നു എന്നതായ ആ തവക്കുലിന്റെ ഉക്തുർഷകത്തിലേക്ക് എത്തുന്ന പദമാണത്. അത് പറഞ്ഞോളി. എന്നാൽ അത് എണ്ണം പറയാനുള്ള അധികാരം നമുക്കില്ല. അതുകൊണ്ട് നാം ദിക്റ് ചെല്ലണ്ട എന്ന് പറഞ്ഞില്ല, പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞില്ല. അതൊക്കെ ഇസ്ലാം കൽപ്പിച്ച രൂപത്തിലായി മാറാൻ വേണ്ടി പാടുപെടുക. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മുടെ ക്ലാസ്സിൽ പലപ്പോഴും വന്ന വ്യക്തിയാണെന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് മുസ്തഫ സാഹിബ്. അദ്ദേഹം മരണപ്പെട്ടതായിട്ട് അറിയാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഖബറടക്കം നടക്കുകയും ചെയ്തു. അള്ളാഹു നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് കൊടുത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗത്തുമാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ലഭിച്ചു കൂട്ടുമാറാകട്ടെ. അതുപോലെ മുസ്ലിങ്ങൾ നിന്നിട്ട് ആരെല്ലാം എവിടെയെല്ലാം പ്രയാസപ്പെടുന്നുവോ അവരുടെയെല്ലാം പ്രയാസത്തെ അള്ളാഹു ദൂരപ്പെടുത്തട്ടെ. നമ്മുടെയും എല്ലാ പ്രയാസങ്ങളെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നമുക്ക് ദൂരപ്പെടുത്തി നമ്മുടെ പ്രയാസങ്ങളെയെല്ലാം എളുപ്പമുള്ളതാക്കി മാറ്റട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അഇസ്സ الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وأراد حكام وعلماء وقادة بلاد الحرمين سوءا اللهم فاشغله في نفسي وجعل تدميره يا حي يا قيوم. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.